അതുപോലെ തന്നെ സമ്മാനദാനം ഇപ്പം നടത്തുന്നതായിരിക്കും. ചെയ്യാൻ പോകുന്നത്. പേര് വിളിക്കുന്ന കുട്ടികള് വേദിയിലേക്ക് കയറി വരിക. അഭിനയ ഗാനം മലയാളം 1 and 2 ഫസ്റ്റ് ശ്രീരഞ്ജൻ രാജേഷ്. സെക്കൻഡ് വന്ദന ഡി നായർ ക്ലാസ് 2 ആൻഡ് ശ്രീദേവിക VS ക്ലാസ് 2. കഥാകഥനം മലയാളം STD2, second Issa Sindhu Varghese, STD1. Second Issa Sindhu Varghese, class 1. Next one, coloring, first Parvati Abhilash. Second Ashley Prince and Srilan MS. Is STD1, second prize Anpet Shibu and Anmita Jagadish, STD1. Handwriting competition, first Abel Anup class 1, second Devika Sajid class 1. അടുത്ത സമ്മാനം കൊടുക്കുന്നതിനായി PTA വൈസ് പ്രസിഡന്റ് ഉദാവൻ സാറിനെ ക്ഷണിച്ചു. ഏബൽ അനു ഫാസ്റ്റ്, സെക്കൻഡ് ദേവിക സജി. നെക്സ്റ്റ് 3 and 4 കോമ്പറ്റീഷൻ, ഫസ്റ്റ് അദ്രിത് ബി നായർ, സെക്കൻഡ് ജോയൽ എൽദോസ്. നെക്സ്റ്റ് വൺ പതിഞ്ചൊല്ലൽ മലയാളം, ഫസ്റ്റ് അമിൽ ലിജോ STD3, second Destin James STD3. Abil Lijo first, second Destin James. ലളിതഗാനം 3 and 4 ലളിതഗാനം, ഫസ്റ്റ് ഹന്യ സാബു STD3, സെക്കൻഡ് അക്ഷര ദിവേഷ് STD3. പോസ്റ്റർ രചന LP വിഭാഗം, ഫസ്റ്റ് നിഷൻ കെ രതീഷ് STD3, സെക്കൻഡ് അയോൺ ടി അനിൽ ആൻഡ് ശ്രേയസ് ടി അനിൽ. ഫസ്റ്റ് നിഷൻ കെ രതീഷ്, സെക്കൻഡ് അയോൺ കെ അനിൽ ആൻഡ് ശ്രേയസ് ടി അനിൽ. അടുത്ത LP വിഭാഗം ജലച്ഛായം, ഫസ്റ്റ് അജേഷ് മണിക്കുട്ടൻ, സെക്കൻഡ് ആദിദേവ് പിയ, അടുത്ത നെക്സ്റ്റ് വൺ പെൻസിൽ ഡ്രോയിങ്, ഫസ്റ്റ് ജവാന അനു, സെക്കൻഡ് മിഥുൻ പ്രദീപ്. നെക്സ്റ്റ് വൺ കടകഥ മത്സരം, ഫസ്റ്റ് വിനായക് ടിഡി, സെക്കൻഡ് രഞ്ജിത് രവി. വിനായക് ടിഡിയുടെ സമ്മാനം ജ്യേഷ്ഠൻ വാങ്ങിക്കുന്നു, സെക്കൻഡ് രഞ്ജിത് രവി. അടുത്തത് സമ്മാനദാനം കൊടുക്കുന്നതിനായിട്ട് SMC ചെയർപേഴ്സൺ നിവേശനെ ക്ഷണിച്ചുകൊള്ളുന്നു. UP വിഭാഗം പതിഞ്ചൊല്ലൽ മലയാളം, ഫസ്റ്റ് ദൃശ്യ പി, സെക്കൻഡ് അമൃത പ്രദീപ്. ഫസ്റ്റ് ദൃശ്യ പി, സെക്കൻഡ് അമൃത പ്രദീപ്. പതിഞ്ചൊല്ലൽ ഇംഗ്ലീഷ് UP വിഭാഗം, ഫസ്റ്റ് എൽജോ എൽദോ, സെക്കൻഡ് ആദിനാഥ് ബി നായർ, സെക്കൻഡ് ആദിനാഥ് ബി നായർ. നെക്സ്റ്റ് വൺ ലളിതഗാനം UP വിഭാഗം, ഫസ്റ്റ് ലിയ ബിനു, സെക്കൻഡ് ആത്മീയ ഷിബു. അടുത്തത് സമ്മാനദാനം നിർവഹിക്കുന്നതിന്
അടുത്തത് നമ്മുടെ MBTA പ്രസിഡന്റ് സുജാസിബിയെ സമ്മാനം നൽകുന്നതിന് വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. കഥാരചന UP ഫാസ്റ്റ് നിവേദ്യ മനേഷ്, സെക്കൻഡ് ഗായത്രി അഭിലാഷ്. പെൻസിൽ ഡ്രോയിങ് LP ശ്രീദേവ് സുരേഷ്. കഥാരചന UP അഭിമന്യു ജിനു, നിവേദ്യ ഉണ്ണിക്കുട്ടൻ. പോസ്റ്റർ രചന UP ശ്രാവണി അനീഷ്, എഴുതൽ ബൈജു. പെൻസിൽ ഡ്രോയിങ് ശിവദാസ് PK, തീർത്ഥ അനീഷ്. പ്രോത്സാഹന സമ്മാനം കൈലാസ് നാഥ് PS. ദേവിക VS, സെക്കൻഡ് അദ്വി സന്ദീപ്. സമ്മാനം കൊടുക്കുന്നതിനായി ശ്രീമതി ശശികല ടീച്ചറിനെ ക്ഷണിച്ചു.
first, Karthik TD second. 100-meter race, UP Gates first, Drishya P second, Angelina Anthony. Ball throw boys, STD 3 and 4 first, Adri V Nair second, Joel Endo. കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ UP ഗേൾസ് ഫസ്റ്റ് ഹൃദയ രജീഷ് സെക്കൻഡ് നിവേദ്യ മനേഷ്. ബലൂൺ വീർപ്പിക്കൽ UP ബോയ്സ് ഫസ്റ്റ് നവരേഖ് മനോജ് ആൻഡ് ആദിനാഥ് പി നായർ സെക്കൻഡ് കാർത്തിക് TD.
അടുത്തത് പ്രീ പ്രൈമറി കലോത്സവമാണ് അനൗൺസ് ചെയ്യാൻ പോകുന്നത്. അഭിനയഗാനം മലയാളം ഫാസ്റ്റ് ദക്ഷലക്ഷ്മി മനോജ്, സെക്കൻഡ് കൃതിക TS. അഭിനയഗാനം ഇംഗ്ലീഷ് ഫസ്റ്റ് കൃഷ്ണദേവ് മനോജ്, സെക്കൻഡ് കൃഷ്ണദിയ PS. സെക്കൻഡ് കൃഷ്ണദിയ PS. കഥാകഥനം മലയാളം ഫാസ്റ്റ് ഹരിപ്രിയ ശ്യാം, സെക്കൻഡ് ഇവ മരിയ ഷൈജു. ചിത്രരചന ഫാസ്റ്റ് അർപ്പിത് അരുൺ, സെക്കൻഡ് വേദ ചന്ദ്രതി. മിഠായി ബർഗർ ഫാസ്റ്റ് ശ്രേയ സനൽ, സെക്കൻഡ് ദേവനന്ദ നന്ദു. ഓർമ്മ പരിശോധന ഫാസ്റ്റ് വേദിക സജി, സെക്കൻഡ് ഇവാമരിയ അമൽ. നെക്സ്റ്റ് വൺ കായികമേളയാണ്. കസേരകളി ഫാസ്റ്റ് ദക്ഷലക്ഷ്മി മനോജ്, സെക്കൻഡ് ആൻഡ്രിയ ജെയ്സൺ. കസേരകളി ബോയ്സ് ഫാസ്റ്റ് അർപ്പിത് അരുൺ, സെക്കൻഡ് ശിവജിത്ത് PG. ബോൾ ത്രോ ബോയ്സ് ഫാസ്റ്റ് ശിവജിത്ത് PG, സെക്കൻഡ് ക്രിസ്റ്റിയൻ. ബോൾ ത്രോ ഗേൾസ് ഫസ്റ്റ് ഇവ മരിയ ഷൈജു, സെക്കൻഡ് ദക്ഷലക്ഷ്മി മനോജ്. ഓട്ടം 50 മീറ്റർ ബോയ്സ് ഫാസ്റ്റ് ജോർജ് സക്കറിയ, സെക്കൻഡ് ഇവാൻ ജോസഫ് എൽദോസ്. ഓട്ടം ഗേൾസ് 50 മീറ്റർ ഫാസ്റ്റ് ആൻഡ്രിയ ജെയ്സൺ, സെക്കൻഡ് തീർത്ഥ രജനീഷ്. ബലൂൺ ചവിട്ടിപ്പൊട്ടിക്കൽ ബോയ്സ് ഫാസ്റ്റ് ജോർജ് സക്കറിയ, സെക്കൻഡ് ദിവിൻ തെൻജനി. ബലൂൺ ചവിട്ടിപ്പൊട്ടിക്കൽ ഗേൾസ് ഫാസ്റ്റ് ആരുഷി ഷിജോ, സെക്കൻഡ് കീർത്തിമോൾ അജേഷ്. പ്രോത്സാഹന സമ്മാനങ്ങൾ മിഠായി ബർഗർ ജോസ്ന മോൾ ജോമോൾ, ജെയിംസ് സക്കറിയ. ബലൂൺ ചവിട്ടിപ്പൊട്ടിക്കൽ ഫാസ്റ്റ് പ്രോത്സാഹനം CEO മിസ്റ്റർ KS, തൃഷ അനി. ഇതോടുകൂടി ആർട്സ് ആൻഡ് സ്പോർട്സ് സമ്മാന വിതരണം കഴിഞ്ഞിരിക്കുന്നു. ഇളം മഞ്ഞിൽ കുളിരുമായൊരു കുയിൽ, മിഴിച്ചെപ്പിൽ വിരഹ കഥനക്കടൽ, ഹൃദയമുരളികൾ തകർന്നു പാടും ഗീതം രാഗം ശോകം. ചിറകൊടിഞ്ഞ കിനാക്കളിൽ ഇതൾ പൊഴിഞ്ഞ സുമങ്ങളിൽ, ചിറകൊടിഞ്ഞ കിനാക്കളിൽ ഇതൾ പൊഴിഞ്ഞ സുമങ്ങളിൽ, നിഴൽ പകർന്ന നിരാശയിൽ കരളുണർന്ന വികാരമായി നീ എൻ്റെ ജീവനിൽ ഉണരൂ ദേവാ. ഇളം മഞ്ഞിൽ കുളിരുമായൊരു കുയിൽ, മിഴിച്ചെപ്പിൽ വിരഹ കഥന കടൽ, ഹൃദയമുരളി
തകർന്നു പാടും ഗീതം രാഗം ശോകം മോഹഭംഗ മനസ്സിലെ ശാപഭംഗില നടകളിൽ തൊടുതു നിന്നു പ്രദോഷമായി അകലുമാത്മമനോഹരി നീ എൻ്റെ പ്രാണനിൽ അലിയൂ വേഗം ഇതൾ മഞ്ഞൾ കുളിരുമായൊരു കുയിൽ മിഴിച്ചെപ്പിൽ വിരഹകഥന കടൽ ഹൃദയമുരളിക തകർന്നു പാടും ഗീതം രാഗശോകം तुझ भी देखा कोई जाना सनम प्यार होता है दीवाना सनम अब ये हंसी कहा जाएगा तेरी बाहों में मर जाएगा तुझ भी देखा कोई जाना सनम प्यार होता है दीवाना सनम अब ये हंसी कहा जाएगा तेरी बाहों में मर जाए हम The opportunity to welcome everyone present here today on the auspicious occasion of our institution's annual day celebration Snigdha 2025. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ വിദ്യാലയം 106ാമത് വാർഷികം ആഘോഷിക്കുകയാണ്. ഗവൺമെന്റ് UP സ്കൂൾ റാക്കാട് നാടിനെന്നും അഭിമാനമാണ്. റാക്കാട് ഗ്രാമത്തിന്റെ ഉത്സവം തന്നെയാണ് ഇന്ന് ഈ വേദിയിൽ നടക്കാൻ പോകുന്നത്. മൂവാറ്റുപുഴ സബ് ജില്ലയിൽ തന്നെ പാഠ്യേതര വിഷയങ്ങളിലും കലാകായിക മേളകളിലും നമ്മുടെ സ്കൂൾ എന്നും മുന്നിൽ തന്നെയാണ്. എല്ലാവരുടെയും നല്ല രീതിയിലുള്ള സഹകരണം എന്നും എപ്പോഴും നമുക്കുണ്ട്. ഈ ഒരു പിന്തുണയാണ് നമ്മുടെ സ്കൂളിൻ്റെ വിജയവും. ഇന്ന് നടക്കാൻ പോകുന്ന ഈ വാർഷികാഘോഷത്തിന് എല്ലാവരുടെയും സഹകരണവും സപ്പോർട്ടും ഉണ്ടാകണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ പൊതുസമ്മേളന ചടങ്ങിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ പൊതുസമ്മേളന പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വാളകം ഗ്രാമപഞ്ചായത്ത് 8ാം വാർഡ് മെമ്പറായ ശ്രീ PK രജി അവർകളെ ക്ഷണിച്ചുകൊള്ളുന്നു. ആദ്യമായി ഈശ്വര പ്രാർത്ഥന. അതിനായി സ്കൂൾ പ്രയർ ടീമിനെ ക്ഷണിക്കുന്നു. പുഞ്ചിരി നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ, പുല്ലുമാടവും പൂമണി മേടയും തുല്യമായി തരും ശക്തിയും നീയല്ലോ. നല്ല ബുദ്ധിയായി എൻ്റെ മനസ്സിലും നല്ല ഭാഷയായി നാവിൻ്റെ തുമ്പിലും നല്ല ചെയ്തിയായി എൻ പിഞ്ചു കയ്യിലും നന്മയായി നീ നിറഞ്ഞിരിക്കണമേ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കുടിയിരിക്കണമേ. എൻ്റെ പാദമിടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. ബഹുമാനപ്പെട്ട യോഗത്തിൻ്റെ അധ്യക്ഷൻ വളകം ഗ്രാമപഞ്ചായത്ത് 8ാം വാർഡ് മെമ്പർ ശ്രീ PK രജി, ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി തിരിച്ചെത്തിയിരിക്കുന്ന വളകം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ KP അബ്രാഹം അവർ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന പ്രിയപ്പെട്ട വ്യക്തിയുടെ പ്രിയപ്പെട്ട കുട്ടികളെ, ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന വളകം ഗ്രാമപഞ്ചായത്ത് 8ാം വാർഡ് മെമ്പർ ശ്രീ PK രജി അവരാണ്. ഗ്രഹിച്ചതിനെ നിങ്ങളൊക്കെ എല്ലാവർക്കും വേണ്ടി യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഒരു യോഗം ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായിട്ടുള്ള ശ്രീ KP അബ്രാഹം അവരാണ്.
അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ശ്രീ KP എബ്രഹാം അവരുടെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അവരെ യോഗത്തിൽ എൻഡോമെന്റ് വിതരണം ചെയ്യുന്നത് വളവൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി മോൾസി എൽദോസാണ്. നമ്മുടെ സ്കൂളിൽ മുഴുവൻ കാര്യങ്ങൾക്കും നമ്മൾ വിളിക്കുന്ന മുഴുവൻ കാര്യങ്ങൾക്കും കൃത്യസമയത്ത് എത്തിച്ചേർന്ന നമ്മുടെ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീമതി മോൾസി എൽദോസിനെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ SSLC +2 വിജയം നേടിയ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ നമ്മൾ ആദരിക്കുന്നുണ്ട് ഈ ചടങ്ങിൽ വെച്ച്. നമുക്കെല്ലാവർക്കും അറിയാം, ഈ വർത്തമാന കാലഘട്ടത്തിൽ മറ്റ് അൺഎയ്ഡഡ് സ്കൂളുകളുടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളെല്ലാം അതിപ്രസരമുണ്ടെങ്കിൽ പോലും സർക്കാർ സ്കൂളിൽ പഠിച്ചാലും ഉന്നത വിജയം ലഭിക്കുമെന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ നമ്മുടെ ഈ രാക്കാട് ഗവൺമെൻറ് UP സ്കൂളിൽ പഠിച്ച് SSLC പരീക്ഷയ്ക്കും അതുപോലെ +2 പരീക്ഷയ്ക്കും എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ നമ്മുടെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഗ്ലോറിയാനിൽ അതുപോലെ തന്നെ ആര്യ ബൈജു രണ്ടുപേരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ആ എത്തിച്ചേർന്ന 2 വിദ്യാർത്ഥികളെയും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആ വിദ്യാർത്ഥികളെ, ആ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്നത് നമ്മുടെ പഞ്ചായത്തിൻ്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണായിട്ട് ശ്രീമതി ലിസി എൽദോസാണ്. ലിസി എൽദോസിനെ ഈ ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ സ്കൂളിൽ LSS വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്നത് അനുമോദിക്കുന്നത് 9ാം വാർഡ് മെമ്പർ ശ്രീമതി ജമന്തി മദനാണ്. ശ്രീമതി ജമന്തി മദനെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഉപജില്ലാ തല മത്സരങ്ങൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചു. പഠന പ്രവർത്തനങ്ങളിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലും നമ്മുടെ വിദ്യാലയം മുന്നിട്ട് നിൽക്കുന്നു. നല്ല മികച്ച വിജയം പഠന പ്രവർത്തനങ്ങളിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലും നേടുന്നുണ്ട്. ആ ഉപജില്ലാ തലത്തിലുള്ള സബ് ജില്ലാ തലത്തിലുള്ള മത്സരത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്നത് 7ാം വാർഡ് മെമ്പർ ശ്രീമാൻ PN മനോജാണ്. PN മനോജ് ഇവിടെ എത്തിച്ചേർന്ന് നിമിഷങ്ങൾക്കകം എത്തിച്ചേരും. PN മനോജിനെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ക്ലാസ് പ്രൊഫഷൻസി പുരസ്കാരം വിതരണം ചെയ്യുന്നത് നമ്മുടെ AEO ആയിട്ടുള്ള KV ബെന്നി സാറാണ്. ബെന്നി സാറും ഏതാനും നിമിഷങ്ങൾക്ക് അവിടെ എത്തിച്ചേരുന്നതാണ് അറിയിച്ചിട്ടുള്ളത്. അദ്ദേഹത്തെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒരു ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്ന BPO ആയിട്ടുള്ള ശ്രീമതി ആനി ടീച്ചർ ഏതാനും നിമിഷങ്ങൾക്കും എത്തിച്ചേരും. ആനി ടീച്ചറെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഈ ചടങ്ങിൽ സംബന്ധിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഏതാനും നാളുകൾക്ക് മുമ്പ് നമ്മുടെ സ്കൂളിലെ പ്രധാന അധ്യാപകനായിരുന്ന GOD സാറ്. അദ്ദേഹം നമ്മുടെ തൊട്ടടുത്ത നാട്ടുകാർ വലമ്പൂർ സ്വദേശിയാണ്. സാറ് ഈ സ്കൂളിൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് സേവനമനുഷ്ഠിച്ച ആളായിരുന്നെങ്കിൽ പോലും നമ്മൾ വിളിക്കുന്ന എല്ലാ പരിപാടികൾക്കും പ്രത്യേകിച്ച് നമ്മുടെ സ്കൂൾ വാർഷികത്തിന് അറിയിച്ചു കഴിഞ്ഞാൽ കൃത്യമായി ഇവിടെ വന്ന് നമ്മളുമായിട്ട് സന്തോഷം പങ്കുവെക്കാറുണ്ട്. നമ്മുടെ ആനിവേഴ്സറിയിൽ പങ്കെടുക്കാനാണ് ഈ വർഷവും സാർ വളരെ നേരത്തെ എത്തിച്ചേർന്ന ശ്രീ GOD സാറിനെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ ഏതാനും നാളുകൾക്ക് മുമ്പ് നമ്മുടെ സ്കൂളിൽ HM ആയിരുന്ന പ്രധാന അധ്യാപികയായിരുന്ന ശശികല ടീച്ചറോടൊപ്പം 2-3 വർഷക്കാലത്തോളം ഈ സ്കൂളിൻ്റെ കാര്യങ്ങൾക്കായിട്ട് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. ശശികല ടീച്ചർ ഈ സ്കൂളിൽ നിന്ന് തന്നെയാണ് നമ്മൾ നല്ല രീതിയിൽ യാത്രയയപ്പ് നൽകിയത്. നമ്മുടെ തൊട്ടടുത്ത നാട്ടുകാരിയാണ് ഞാൻ നെല്ലാട് സ്വദേശിയായിട്ടുള്ള ശ്രീ ശശികല ടീച്ചറും വളരെ നേരത്തെ എത്തിച്ചേർന്നുണ്ട്. ഈ ചടങ്ങിലേക്ക് ടീച്ചറെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ കുറേ നാളുകൾക്ക് മുമ്പ് നമ്മുടെ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഉഷാകുമാരി ടീച്ചർ ഈ സ്കൂളിലുണ്ടായിരുന്ന കാലഘട്ടത്തിലെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ടീച്ചർ ഹിന്ദി അധ്യാപികയായിരുന്നു. നമ്മുടെ ആനിവേഴ്സറിയുടെ ഭാഗമായിട്ടും എല്ലാ പ്രാവശ്യവും കുട്ടികളെ ഒരു ഹിന്ദിയുമായി ആ ടീച്ചർ പഠിപ്പിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പരിപാടികൾ ടീച്ചർ നടത്താൻ അവതരിപ്പിക്കുന്നതിന് വേണ്ടി കുട്ടികളെ തയ്യാറാക്കി നിർത്താറുണ്ട്. ടീച്ചറും വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേർന്നുണ്ട്. ഉഷ ടീച്ചറെയും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ യോഗത്തിൽ സംബന്ധിക്കുന്ന നമ്മുടെ സ്കൂളിലെ PTA വൈസ് പ്രസിഡന്റ് ശ്രീ പ്രതാപൻ ചേട്ടൻ നമ്മുടെ മുഴുവൻ കാര്യങ്ങൾക്കും ഒട്ടേറെ തൊഴിൽപരമായിട്ടുള്ള ഔദ്യോഗികപരമായിട്ടുള്ള ഒട്ടേറെ തിരക്കുണ്ടെങ്കിൽ പോലും പ്രതാപൻ ചേട്ടൻ മുഴുവൻ പരിപാടികൾക്കും സ്കൂളിൻ്റെ PTA വൈസ് പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ സഹകരിക്കുന്നതാണ്. പ്രതാപൻ ചേട്ടൻ പ്രത്യേകിച്ച് ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യേണ്ടതിൽ പോലും യോഗത്തിൻ്റെ ഔപചാരികതയ്ക്ക് വേണ്ടി അദ്ദേഹത്തെ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഈ സ്കൂളിലെ SMC സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റി എന്ന് പറയുന്ന SMCയുടെ ചെയർമാനായിട്ടുള്ള ശ്രീമാൻ ജിബേഷൻ നമ്മുടെ സ്കൂളിലെ മുഴുവൻ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്ന നമ്മുടെ SMCയുടെ ചെയർമാനായുള്ള ജിബേഷിനെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അവർ ഈ സ്കൂളിലെ MBTA നമുക്കറിയാം നല്ല രീതിയിലൊരു മാതൃ സംഘം നമ്മുടെ സ്കൂളിലുണ്ട്. നമ്മുടെ സ്കൂളിലെ മുഴുവൻ പ്രവർത്തനം ക്ലീനിങ് പ്രവർത്തനങ്ങൾക്കടക്കം അതേപോലെ ഭക്ഷണമടക്കം പാചകം ചെയ്യുന്നതടക്കം മുഴുവൻ കാര്യങ്ങൾക്കും സജീവമായി ഇടപെടുന്ന ഒരു MBTA നമുക്കുണ്ട്. ആ MBTAയുടെ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്ന ശ്രീമതി സുജാ സിബിയാണ് MBTAയുടെ ചെയർപേഴ്സൺ. പ്രിയപ്പെട്ട സുജാ സിബിയെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഒരു സ്കൂളിൻ്റെ
ലീഡറായിട്ടുള്ള മാസ്റ്റർ അനന്തകൃഷ്ണൻ, 7ാം ക്ലാസ് വിദ്യാർത്ഥിയായിട്ടുള്ള അനന്തകൃഷ്ണനെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ പ്രത്യേകിച്ച് സ്വാഗതം പറയാനില്ല, വിട്ടുപോകുന്നതല്ല, നമ്മുടെ സ്കൂളിലെ പ്രധാന അധ്യാപിക ശ്രീമതി സിന്ധു ടീച്ചർ. നമ്മുടെ ഈ മുഴുവൻ പ്രവർത്തനങ്ങൾക്കും നേതൃത്വപരമായ പങ്കുവഹിക്കുന്ന ടീച്ചറാണ്. അത് നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. നമ്മുടെ ഈ സ്കൂളിൽ ഈ ആനിവേഴ്സറി തീരുമാനിച്ചതിന് ശേഷം, ആനിവേഴ്സറി മാത്രമല്ല ഏതൊരു പരിപാടിയാണെങ്കിലും പോലും, പിന്നെ നമ്മുടെ സ്കൂളിലുള്ള ഏറ്റവും ഒരു പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ സ്കൂൾ വാർഷികമാണ്. ഒട്ടേറെ ഉത്തരവാദിത്തങ്ങൾ ചുമതലകൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. ഈ ആനിവേഴ്സറി തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ സ്കൂളിലെ PTA രക്ഷകർത്താക്കളെക്കാളും കൂടുതൽ അതിൽ സജീവമായിട്ട് ഇടപെടലുകൾ നടത്തുന്നത്, അല്ലെങ്കിൽ അതിനകത്ത് കഠിനമായിട്ട് പ്രവർത്തനം നടത്തുന്ന ഈ സ്കൂളിലെ ടീച്ചർമാരാണ്. ആ ടീച്ചർമാരെ കൊണ്ട് അതിനുവേണ്ടിയെല്ലാം സജീവമായ നേതൃത്വപരമായി പങ്കുവയ്ക്കുന്ന നമ്മുടെ സ്കൂളിലെ പ്രധാന അധ്യാപികയുടെ സിന്ധു ടീച്ചറാണ്. ഇന്നലെയും മിനിങ്ങാന്നുമൊക്കെ ഈ സ്കൂളിൽ നിന്ന് നമ്മുടെ അധ്യാപകർ എന്ന് പറയാൻ ആകെ 1-2 അധ്യാപകരുണ്ട്. ബാക്കി ബിന്ദു ടീച്ചറടക്കം സിന്ധു ടീച്ചറടക്കം നമ്മുടെ പ്രധാന അധ്യാപകരടക്കം ടീച്ചർമാരെല്ലാം പോയത് രാത്രി 12 മണി കഴിഞ്ഞ ശേഷമാണ്. ഇന്നലെ പോകുമ്പോൾ എനിക്ക് തോന്നുന്നു സിന്ധു ടീച്ചറടക്കം നമ്മുടെ HM-ഉം ബിന്ദു ടീച്ചറും അതുപോലെ ഇവിടെ മറ്റ് ടീച്ചേഴ്സൊക്കെ ഇവിടെ നിന്ന് പോകുന്നൊരു 12 മണിക്ക് ശേഷമാണ്. അപ്പോൾ ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി അവർ എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ അവർ പ്രവർത്തിക്കുന്നുണ്ടെന്നൊക്കെ നമ്മൾ രക്ഷകർത്താക്കൾ മനസ്സിലാക്കണം. അങ്ങനെ ഈ സ്കൂളിൻ്റെ മുഴുവൻ പരിപാടികൾക്കും മുഴുവൻ പ്രവർത്തനങ്ങൾക്കും നല്ല രീതിയിലുള്ള നേതൃത്വപരമായ പങ്കുവയ്ക്കുന്ന സിന്ധു ടീച്ചറെ പ്രത്യേകിച്ച് സ്വാഗതം പറയേണ്ടതില്ല എങ്കിൽ പോലും ചടങ്ങിന് വേണ്ടി ടീച്ചറെ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ സ്കൂളിലെ സീനിയർ അസിസ്റ്റൻ്റായിട്ടുള്ള ശ്രീമതി ബിന്ദു ടീച്ചറെയും ഈ ചടങ്ങിലേക്കൊന്നും പ്രത്യേകിച്ച് ഈ സദസ്സിലിരിക്കുകയോ വേദിയിലിരിക്കുന്ന ഒരാൾക്കും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ടതില്ല. എൻ്റെ 10-20 വർഷക്കാലമായിട്ട് ഈ സ്കൂളിൽ തന്നെ സേവനമനുഷ്ഠിക്കുന്ന ആളാണ് ബിന്ദു ടീച്ചർ. ഈ സ്കൂളിൽ ആനിവേഴ്സറി നടത്തുന്നതിന് ഒട്ടേറെ സാമ്പത്തികമായിട്ടുള്ള ബാധ്യതയുള്ള സംഗതിയാണ്. ആ സാമ്പത്തികം കണ്ടെത്തുന്നതിന് വേണ്ടി പകലത്തോ രാത്രിയൊന്നും ഇല്ലാതെ സ്കൂൾ വിട്ടാൽ ഉടൻ തന്നെ 4 മണിക്കൂറൊന്നും പോയി ഉടൻ തന്നെ ഇവിടെ 5-6 മണിയാകുമ്പോൾ ഞങ്ങൾ വരാമെന്ന് പറഞ്ഞാൽ ഞങ്ങളോടൊപ്പം തന്നെ ഏത് വീട്ടിലും ഏത് പ്രദേശത്തും ഏത് സമയത്തും പോയി ഈ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നല്ല രീതിയിൽ കഠിന പ്രയത്നം ചെയ്യുന്ന ശ്രീമതി ബിന്ദു ടീച്ചറാണ്. ബിന്ദു ടീച്ചറെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ പ്രത്യേകിച്ച് പേരെടുത്ത് പറയേണ്ട ആളുകളുള്ള ഒട്ടനവധിയായിട്ടുള്ള ആളുകളുണ്ട്. ഈ ടീച്ചർമാരെല്ലാവരും തന്നെ പേരെടുത്ത് തന്നെ പറയണം. കാരണം അവരെ ഏൽപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം അവർ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നുണ്ട്. അതിന് അവർ സമയം നോക്കുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകത. വേണമെങ്കിൽ അവർക്ക് 4 മണിക്ക് വീട്ടിൽ പോകാം, പക്ഷേ അവരങ്ങനെ ചെയ്യുന്നില്ല. അവർ സമയം പോലും നോക്കാതെ രാത്രിയെന്നോ പകലില്ലാതെ ഈ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എപ്പോഴും സഹകരിക്കുന്ന എപ്പോഴും പ്രവർത്തിക്കുന്ന നമ്മുടെ മുഴുവൻ ടീച്ചേഴ്സിനെയും ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുക. അതുപോലെ സ്കൂളിലെ സ്റ്റാഫുണ്ട്. നമുക്കറിയാം നമ്മുടെ മനോജേട്ടൻ ഈ സ്കൂളിലൊരു ജീവനക്കാരനാണ്. പക്ഷേ അതിലുപരിയായിട്ട് ഇപ്പോൾ അദ്ദേഹം ഒരു രക്ഷകർത്താവ് കൂടിയാണ്. മനോജേട്ടനെ ഈ യോഗത്തിലേക്ക് ചടങ്ങിന് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം ഒരു PTA, ഈ നമ്മുടെ സ്കൂളിലെ PTA കുറിച്ച് നമ്മുടെ പഞ്ചായത്തിലടക്കം മുഴുവൻ പ്രദേശം നല്ല രീതിയിലൊരു അഭിപ്രായമുണ്ട്. പാലക്കാട് സ്കൂളിലെ PTA നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതൊരു PTA പ്രസിഡന്റ് എന്നുള്ളത് എൻ്റെ കഴിവ് അല്ലെങ്കിൽ ജിവേഷിൻ്റെയും മാത്രം കഴിവല്ല. അത് ഈ സ്കൂളിലുള്ള മുഴുവൻ രക്ഷകർത്താക്കളുടെയും അതോടൊപ്പം തന്നെ ഈ കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മുഴുവൻ PTA കമ്മിറ്റി അംഗങ്ങളുടെയും നിസ്സീമമായ സഹകരണം മുഴുവൻ പ്രവർത്തനങ്ങൾക്ക് നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നതുകൊണ്ടാണ് നമുക്ക് ഈ പരിപാടിയെല്ലാം ഇത്രയും ഭംഗിയായിട്ട് നമുക്ക് നല്ല വർണ്ണസഫലമായ രീതിയിൽ നമുക്ക് നടത്തുവാൻ കഴിയുന്നത്. ആ പരിപാടികൾക്കെല്ലാം സഹകരിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ PTA അംഗങ്ങളെയും പേരെടുത്ത് പറയേണ്ടതാണെങ്കിൽ പോലും സമയപരിമിതി പോലും പേരെടുത്ത് പറയുന്നില്ല. മുഴുവൻ PTA കമ്മിറ്റി അംഗങ്ങളെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഈ ചടങ്ങിൽ സംബന്ധിക്കുവാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ രക്ഷകർത്താക്കളും ഇനിയും ഒട്ടേറെ രക്ഷകർത്താക്കളെല്ലാം ഈ പരിപാടി കാണുന്നതിന് വേണ്ടി എത്തിച്ചേരാനുണ്ട്. ആ മുഴുവൻ രക്ഷകർത്താക്കളെയും ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ സ്കൂളിലെ കുട്ടികൾ വളരെ അച്ചടക്കത്തോടെ ഇരുന്ന് അവർ ഈ പരിപാടികളെല്ലാം കാണുകയും പരിപാടികൾ അവതരിപ്പിക്കുകയും ചെയ്യുകയാണ്. ഇന്ന് രാവിലെ തന്നെ ടീച്ചർ പറഞ്ഞ എല്ലാ നിർദ്ദേശങ്ങളും ഈ സമയം വരെ അക്ഷരം പ്രതി പാലിച്ചിട്ടുണ്ട്. അങ്ങനെ എത്തിച്ചിരിക്കുന്ന മുഴുവൻ നമ്മുടെ മക്കളെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടും ഈ യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന മുഴുവൻ അതിഥികളെയും അതുപോലെ ഈ യോഗത്തിൽ സംബന്ധിച്ചിരിക്കുന്ന മുഴുവൻ രക്ഷകർത്താക്കളെയും ഒരിക്കൽ കൂടി ഈ സ്കൂളിന് വേണ്ടി ഈ പൊതുസമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഏറ്റവും ആദരണീയനായ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റും ഉദ്ഘാടകനുമായിട്ടുള്ള ശ്രീ KP എബ്രഹാം അവരുടെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള കുഞ്ഞുങ്ങളെ, രക്ഷിതാക്കളെ, പ്രിയ സുഹൃത്തുക്കളെ, ഒരു ഗ്രാമത്തെ വിലയിരുത്തുമ്പോൾ നമ്മൾ ആദ്യം ചോദിക്കുന്നത് എന്താണ്? ആ ഗ്രാമത്തിലെ ഫെസിലിറ്റീസ് എന്തൊക്കെയാണെന്നാണ് ആളുകൾ ചോദിക്കുന്നത്. ഈ പ്രദേശത്ത് നല്ല വിദ്യാഭ്യാസ സ്ഥാപനമുണ്ടോ? അതേപോലെ ഒരു ബാങ്ക് ഫെസിലിറ്റി കിട്ടുമോ? അതിന്ന് ATM ആയാലും മതി. അതേപോലെ നല്ല സൂപ്പർ മാർക്കറ്റ് ഉണ്ടോ?
ഇതൊക്കെയാണ് സാധാരണ രീതിയിൽ ഇന്ന് വിദേശ രാജ്യങ്ങളിൽ പോയാൽ പോലും ആളുകൾ അന്വേഷിക്കുന്നത്. ഒരാശുപത്രി കൂടി സമീപത്തുണ്ടെന്ന് അറിഞ്ഞാൽ ആ പ്രദേശത്തെ വാടക വളരെ കുത്തനെ ഉയർന്നതായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, റാക്കാട് പ്രദേശം എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് റാ പോലെ ചുറ്റിക്കിറങ്ങി കിടന്ന, അതായത് പുഴ റാ പോലെ ചുറ്റിയിട്ടുള്ള ഒരു ഭൂപ്രദേശമായിരുന്നു. അത് കാട് നിറഞ്ഞതുമായിരുന്നു. ഏതാണ്ട് ഒരു 100-250 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ പ്രദേശത്ത് നിന്ന് കാടൊഴിവായതും ഈ പ്രദേശത്തിന് അതിൻ്റെതായ തനത് സവിശേഷതകൾ കൈവന്നത്. കൊല്ലവർഷം 1919 ഈ സ്കൂള് നമ്മൾ സ്ഥാപിതമായത്. അതേപോലെ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ ഈ നാടിൻ്റെ പ്രൗഢിക്ക് അന്നും ഇന്നും കോട്ടം തട്ടാതെ നിലനിന്ന് പോകുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട പള്ളി, ആരാധനാലയമാണ്. ആ പള്ളിയുടെ കീഴിലാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനം തഴച്ചു വളർന്നത്. ഞാൻ വിദ്യാർത്ഥിയായിരുന്നു, എൻ്റെ അച്ഛനിവിടെ വിദ്യാർത്ഥിയായിരുന്നു, എൻ്റെ ജ്യേഷ്ഠന്മാർ വിദ്യാർത്ഥിയായിരുന്നു, സഹോദരിമാർ വിദ്യാർത്ഥിയായിരുന്നു. നിരവധി തലമുറകൾ ഈ സ്ഥാപനത്തിലെ വിദ്യാഭ്യാസത്തിലാണ്. അങ്ങനെ ആർജിച്ചിട്ടുള്ള വിദ്യാഭ്യാസത്തിൻ്റെ ഒരു കണ്ണിയാണ് എനിക്കിന്നിവിടെ പറയാൻ ശേഷി തരുന്ന എൻ്റെ സംസാരശേഷിയും എൻ്റെ അറിവും. ഞാൻ പറയുന്നത്, ഈ വിദ്യാഭ്യാസ സ്ഥാപനം എന്ന് പറയുമ്പോൾ ആ നാടിൻ്റെ ആണിക്കല്ലാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞു. ഈ സ്കൂളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നിങ്ങളിവിടെ വേദിയിലേക്ക് നോക്കുക, ഇവിടെ ഇരിക്കുന്ന അധ്യാപകരൊക്കെ രത്നങ്ങളാണ്. വിവിധ ഭാഷകളിൽ ബിരുദാനന്തര ബിരുദങ്ങൾ നേടി അടിസ്ഥാനപരമായ ഒന്നാന്തരം ട്രെയിനിങ് ശ്രദ്ധിച്ച് അധ്യാപകർക്ക് കിട്ടാവുന്ന ശ്രേഷ്ഠമായ അവാർഡുകൾ വാങ്ങാൻ യോഗ്യരായ അധ്യാപകര് നിങ്ങളുടെ കുട്ടികളെ 1 മുതൽ 7ാം ക്ലാസ് വരെയുള്ള ക്ലാസ്സുകളിൽ പാഠഭാഗങ്ങൾ കൂടാതെ പാഠ്യേതര വിഷയങ്ങളായ നിരവധി കാര്യങ്ങൾ മാതൃഭാഷയിൽ ഭംഗിയായി പഠിപ്പിച്ച് ഇംഗ്ലീഷും ഹിന്ദിയും നിങ്ങളെ പറഞ്ഞ് രസിപ്പിച്ച് ശീലിപ്പിച്ച് നിങ്ങളുടെ കുട്ടികളെ 7ാം ക്ലാസ് കഴിയുമ്പോൾ യോഗ്യരായി പുറത്തേക്ക് വിടാൻ ശേഷിയുള്ളവരാണ് ഇവിടെ ഇരിക്കുന്ന അധ്യാപകർ. ആ ഹിന്ദി ടീച്ചറൊക്കെ നിങ്ങൾക്കറിയാവോ, ഹിന്ദിയിൽ കവിത എഴുതുന്ന ടീച്ചറാണ്. ഉഷാകുമാരി ടീച്ചർ എനിക്കറിയാവുന്നതാണ്. ശശികല ടീച്ചർ എല്ലാ വിഷയങ്ങളിലും ഏത് തരത്തിലും കുട്ടികളെ സന്തോഷിപ്പിക്കാനും അറിവിന്റെ ലോകത്തേക്ക് കൈപിടിച്ച് ഉയർത്താനും കഴിവുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള HMO ഒരു നവരത്നമാണ്, സിന്ധു ഏലിയാസ് ടീച്ചർ. ഞാൻ കാണാറുണ്ട്, രാവിലെ 9 മണിക്കാണ് ടീച്ചർ ഈ സ്കൂളിൽ വരും, വൈകിട്ട് 4-4:30 വീട്ടിൽ പോണത്. ആ സമയം മുഴുവൻ തന്നെ ശേഷി മുഴുവൻ ഈ വിദ്യാലയത്തിന് വേണ്ടി ചെലവാക്കുന്ന അതേപോലെ ഒരു ടീച്ചറാണ് ബിന്ദു ടീച്ചർ. ഞാൻ എല്ലാവരുടെ പേരെടുത്ത് പറയുന്നില്ല, ഞാൻ നിത്യം കാണുന്നതാണ്. സ്വന്തം വീടിനെ പോലും തൃണവളിൽ ഗണിച്ചുകൊണ്ട് ഈ വിദ്യാലയമാണ് എൻ്റെ ഭവനം എന്ന് ചിന്തിക്കുന്ന ആ ടീച്ചർ, അവരെല്ലാം കൂടി ഈ വിദ്യാലയത്തെ ഇന്ന് നമ്മുടെ സബ് ജില്ലയിൽ തന്നെയല്ല കേരള സംസ്ഥാനത്ത് തന്നെ മാതൃകയാകും വണ്ണം ഉയർത്തി കൊണ്ടുവരികയാണ്. കുട്ടികളെ, രക്ഷിതാക്കളെ, നിങ്ങൾ ഭാഗ്യവാന്മാരും ഭാഗ്യശാലികളുമാണ്. ഈ വിദ്യാലയം എന്ന സർക്കാർ വിദ്യാലയം ഇന്നല്ലെങ്കിൽ നാളെ കേരളത്തിന്റെ ഭൂപടത്തില് ശ്രേഷ്ഠ വിദ്യാലയമായി സ്ഥാനം പിടിക്കുന്നതിൽ യാതൊരു തർക്കവുമില്ല. ആ വിദ്യാലയത്തിൽ നിങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ കഴിയുക, വളരാൻ കഴിയുക, ശീലിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ ഭാഗ്യത്തിന്റെ ഭാഗ്യമാണ്. 106ാം ആനിവേഴ്സറിയാണ്. ഈ ആനിവേഴ്സറിയില് നിങ്ങളുടെ വിദ്യാർത്ഥികളുടെ എന്താ അതിന്റെ ഹെഡിങ് എന്ന് നിങ്ങൾ നോക്കൂ, കുട്ടികളുടെ ഉത്സവമാണ്. കുട്ടികൾക്ക് ഇവിടെ നേടാൻ കഴിഞ്ഞ കാര്യങ്ങൾ, നേടിയ കാര്യങ്ങൾ, ഇനി ആർജിക്കാൻ പോകുന്ന കാര്യങ്ങൾ, അവയ്ക്കെല്ലാം ഒരു ഉത്സവത്തിന്റെ തുടിപ്പോടെ തുടക്കമിടാനും കഴിയുന്ന, അല്ലെങ്കിൽ അത് പ്രകടിപ്പിക്കാനും കഴിയുന്ന ഒരു ഉത്സവവേദിയായി ഈ 106ാമത് ഉത്സവം മാറിയിരിക്കുന്നു. ഇതിന്റെ വിജയത്തിനും വേണ്ടിയിട്ട്, നടത്തിപ്പിനും വിജയത്തിനും വേണ്ടിയിട്ട് യത്നിക്കുന്ന ഓരോരുത്തർക്കും എൻ്റെ ഒരു കൈ പ്രോത്സാഹന ഹസ്തമായി നൽകിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ഞാനിവിടെ ചുരുക്കിയാണ്. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. 106ാമത് വാർഷികാഘോഷത്തിൽ പങ്കെടുക്കുന്ന വിശിഷ്ട വ്യക്തികൾ, ജനപ്രതിനിധികൾ, രക്ഷകർത്താക്കൾ, വിദ്യാർത്ഥിനികൾ, മറ്റ് അഭ്യുതകാംക്ഷികൾ എല്ലാവർക്കും നമസ്കാരം. 1919 റാക്കാട് സെന്റ് മേരീസ് ദേവാലയത്തിന് കീഴിൽ ഒരു എലിമെന്ററി സ്കൂളായാണ് ഈ വിദ്യാലയം ആരംഭിച്ചത്. 1946 ഇത് സർക്കാർ ഏറ്റെടുത്തു. അന്ന് ഇതൊരു LP സ്കൂളായിരുന്നു. 1992 അപ്പർ പ്രൈമറി സ്കൂളായി ഉയർത്തി. സമൂഹത്തിൻ്റെ നാനാ തുറകളിൽ സേവനമനുഷ്ഠിക്കുന്ന 10,000-കണക്കിന് പേർ അറിവിൻ്റെ ആദ്യാക്ഷരം കുറിച്ച നമ്മുടെ ഈ വിദ്യാലയം ഇന്നും തേജസ്സോടെ തലയുയർത്തി നിൽക്കുന്നു.
2024-25 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട്. ഈ വിദ്യാലയത്തിൽ നിന്നും പഠിച്ചിറങ്ങിയവരിൽ പലരും ഇപ്പോൾ സമൂഹത്തിലെ ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നു. ഇന്നും നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ പഠനത്തിലും പാഠ്യേതര വിഷയങ്ങളിലും മികച്ച നിലവാരം പുലർത്തുന്നു. LKG മുതൽ 7ാം ക്ലാസ് വരെയുള്ള ഈ വിദ്യാലയത്തിൽ 117 കുട്ടികൾ പഠിക്കുന്നു. അധ്യാപകരും അനധ്യാപകരും ഉൾപ്പെടെ 16 ജീവനക്കാർ ഇവിടെ സേവനമനുഷ്ഠിക്കുന്നു. ഹിന്ദി അധ്യാപികയായിരുന്ന ശ്രീമതി ഉഷാകുമാരി വിരമിച്ച ഒഴിവിൽ സ്ഥിര നിയമനം ലഭിച്ച് ശ്രീ വാഹിദ് പി ഡിസംബർ മാസത്തിൽ ജോലിയിൽ പ്രവേശിച്ചു. അനാരോഗ്യം മൂലം ശ്രീമതി തങ്ക ശശി പാചക ജോലി രാജിവെക്കുകയും ആ ഒഴിവിലേക്ക് ശ്രീമതി ജിൻസി വിൻസെന്റിനെ ഉച്ചഭക്ഷണ കമ്മിറ്റി തെരഞ്ഞെടുക്കുകയും ചെയ്തു. സ്കൂൾ PTA 2024 ജൂൺ മാസത്തിൽ തന്നെ പൊതുയോഗം വിളിച്ചു ചേർത്ത് പുതിയ കമ്മിറ്റി അംഗങ്ങളെ തെരഞ്ഞെടുത്തു. ശ്രീ MK സന്തോഷിന്റെ നേതൃത്വത്തിലുള്ള PTA കമ്മിറ്റി അംഗങ്ങളും ശ്രീമതി സുജാ സഖിയുടെ നേതൃത്വത്തിലുള്ള MBTA കമ്മിറ്റി അംഗങ്ങളും സ്കൂളിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ നൽകി വരുന്നു. സ്കൂൾ സുരക്ഷയുടെ ഭാഗമായി സ്കൂളും പരിസരവും വൃത്തിയാക്കുന്നതിനും ഓണം, സ്കൂൾ വാർഷികം തുടങ്ങിയ ആഘോഷ ദിനങ്ങളിലും PTA, MBTA, മറ്റ് രക്ഷിതാക്കൾ എന്നിവരുടെ സഹായ സഹകരണങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഈ അവസരത്തിൽ എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. സഹായഹസ്തം. പഠനത്തിൽ മികവ് പുലർത്തുന്നവർക്ക് 11 എൻഡോമെന്റുകൾ ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട്. SSKയുടെ വകയായി മുഴുവൻ കുട്ടികൾക്കും യൂണിഫോമും പാഠപുസ്തകങ്ങളും സൗജന്യമായി വിതരണം ചെയ്തു. SSK പ്രീ പ്രൈമറിയുടെ ബാല പദ്ധതിയിൽ നമ്മുടെ സ്കൂളും ഉൾപ്പെടുത്തിയത് മൂലം പഠനോപകരണങ്ങളും കളിയുപകരണങ്ങളും ഉൾപ്പെടെ 1 ലക്ഷം രൂപയുടെ ഉപകരണങ്ങൾ നമ്മുടെ സ്കൂളിന് ലഭ്യമായി. BRCയിൽ നിന്നും ഒരു സ്പെഷ്യൽ ടീച്ചറിന്റെ സേവനം വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. പ്രവേശനോത്സവത്തിന് കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യാൻ സഹകരിച്ച DYFI വാളകം മേഖലാ യൂണിറ്റ് അംഗങ്ങൾ, മൂവാറ്റുപുഴ സെർവൻറ്റ് സൊസൈറ്റി ജീവനക്കാർ എന്നിവരോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. നമ്മുടെ സ്കൂൾ മുറ്റത്തിന്റെ കുറച്ചു ഭാഗം മഴക്കാലത്ത് മഴവെള്ളം കെട്ടിക്കിടക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. നമ്മുടെ PT അംഗങ്ങളുടെ അഭ്യർത്ഥന പ്രകാരം മേക്കടമ്പ് അയിനിപ്പള്ളി മനയിലെ ശ്രീ ശ്രുതി, ശ്രീ അനിൽ കീഴിലം എന്നിവരുടെ മുറ്റത്ത് കട്ട വിരിച്ച് പ്രശ്നം പരിഹരിച്ചു. അവരോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. നമ്മുടെ സ്കൂൾ ബസ് മഴയും വെയിലും ഏൽക്കാതെ സുരക്ഷിതമായി പാർക്ക് ചെയ്യുന്നതിന് ഒരു ബസ് ഷെഡ് നിർമ്മിക്കുവാൻ ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സഹായം കൊണ്ട് സാധിച്ചു. ഈ ഉദ്യമത്തോടെ സഹകരിച്ച എൽദോസ് ജോയ്, വിഷ്ണു C രവീന്ദ്രൻ, ബേസിൽ K ജോർജ്, ആദർ C പ്രസാദ്, മിനു ജോയി, ധന്യ ലക്ഷ്മണൻ, റാണി കുര്യാക്കോസ്, ടോണി കുര്യാക്കോസ്, ജിഷ്ണു AS, അജിത് അജി, ജിസൻ ജോർജ്, അമൽ ഡേവിസ്, അമ്മു സജീവൻ, ബിൻസി ബേബി എന്നീ മക്കളോടുള്ള സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. എല്ലാ ദിവസവും വിഭവസമൃദ്ധമായ ഉച്ചഭക്ഷണം കുട്ടികൾക്ക് നൽകാൻ സാധിക്കുന്നത് ഇവിടുത്തെ ജീവനക്കാരുടെയും രക്ഷിതാക്കളുടെയും നല്ലവരായ നാട്ടുകാരുടെയും സഹകരണം കൊണ്ടാണ്. എല്ലാവരുടെയും സഹകരണം ഉള്ളത് കൊണ്ട് ചിക്കൻ കറി, മീൻ കറി, പായസം ഉൾപ്പെടുത്തിയുള്ള സദ്യ, അങ്ങനെ എല്ലാം കൊണ്ടും നമ്മുടെ ഉച്ചഭക്ഷണ പദ്ധതി നല്ല രീതിയിൽ നടക്കുന്നു. വാളകം പഞ്ചായത്ത് ഭരണസമിതി നല്ലൊരു സപ്പോർട്ട് നമ്മുടെ സ്കൂളിന് നൽകുന്നുണ്ട്. ഈ അധ്യയന വർഷം 50 കസേരയും സ്കൂൾ ലൈബ്രറിയിലേക്ക് 4 അലമാരയും 1 ലാപ്ടോപ്പും സ്കൂളിന് ലഭിച്ചു. സ്കൂളിൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി ആവശ്യമായ സഹായങ്ങൾ ചെയ്തു തരുന്ന ഭരണസമിതിയിലെ എല്ലാ അംഗങ്ങളോടുമുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. സ്കൂളിലെ പാഠ്യേതര പ്രവർത്തനങ്ങൾ. ചിട്ടയായ പാഠ്യേതര പ്രവർത്തനങ്ങളാണ് നമ്മുടെ സ്കൂളിൽ നടപ്പിലാക്കുന്നത്. പരമാവധി പഠന സമയം നഷ്ടപ്പെടുത്താതെ ദിനാചരണങ്ങൾ നടത്താൻ എല്ലാ അധ്യാപകരും ശ്രമിക്കുന്നുണ്ട്. ആഴ്ചയിൽ 3 ദിവസമാണ് അസംബ്ലി. തിങ്കൾ മലയാളം, ബുധൻ ഹിന്ദി, വെള്ളി ഇംഗ്ലീഷ് എന്നീ വിധത്തിലാണ് അസംബ്ലി ക്രമീകരിച്ചിട്ടുള്ളത്. വളരെ ചിട്ടയായും ഭംഗിയായും അസംബ്ലി നടത്തുന്ന പ്രീ പ്രൈമറി മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികളെയും അതിനായി അവരെ തയ്യാറാക്കുന്ന അധ്യാപകരെയും അഭിനന്ദിക്കുന്നു. ആഴ്ചയിൽ 3 ദിവസമുള്ള അസംബ്ലി കുട്ടികളിലെ ഭാഷാശേഷി വികാസത്തിന് വളരെ പ്രയോജനം ചെയ്യുന്നതാണ്. ഡെയിലി ക്വിസും തുടർന്ന് മാസം തോറുമുള്ള സ്റ്റാർസ് ഓഫ് ദ മന്ത് സെലക്ഷനും കുട്ടികളിൽ പൊതുവിജ്ഞാനം വർദ്ധിക്കുന്നതിന് വളരെ സഹായിക്കുന്നു. അതിൻ്റെ ഫലമായി സബ് ജില്ലാതല ക്വിസ് മത്സരത്തിൽ 1ാം സ്ഥാനം നേടാൻ നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് കഴിഞ്ഞു. സമ്മാനാർത്ഥിയായ നിവേദ്യ മനേഷിനെ അഭിനന്ദിക്കുന്നു.
സബ് ജില്ലാതല ശാസ്ത്രമേളയിൽ തിളക്കമാർന്ന വിജയം നേടാൻ നമ്മുടെ കുട്ടികൾക്ക് കഴിഞ്ഞു. സബ് ജില്ലാതലത്തിൽ സമ്മാനം നേടിയവർ: ആദിദേവ് ഷിനോ ബുക്ക് ബൈൻഡിംഗ്, കാർത്തിക് ടി ഡി ഫയൽ മേക്കിംഗ്, വിനായക് ടി ഡി ബുക്ക് ബൈൻഡിംഗ്, നിവേദ്യ മനേഷ് പേപ്പർ ക്രാഫ്റ്റ്, അദ്രിത് ബി നായർ ഫയൽ മേക്കിംഗ്, കൃഷ്ണേന്ദു വെജിറ്റബിൾ പ്രിന്റിംഗ്, ഹൃദയ രജീഷ് ഇംപ്രവൈസ്ഡ് എക്സ്പെരിമെന്റ്, ശ്രീനന്ദ എം ആർ ഇംപ്രവൈസ്ഡ് എക്സ്പെരിമെന്റ്, നിവേദ്യ മനീഷ് സോഷ്യൽ സയൻസ് ക്വിസ്, ദൃശ്യ പി ജിയോമെട്രിക്കൽ ചാർട്ട്. സമ്മാനഹരായ എല്ലാ കുട്ടികളെയും അവർക്ക് പരിശീലനം നൽകിയ അധ്യാപകരെയും രക്ഷിതാക്കളെയും അഭിനന്ദിക്കുന്നു. പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ മുൻനിരയിലേക്ക് എത്തിക്കുന്നതിനായി ഒപ്പത്തിനൊപ്പം എന്ന പ്രവർത്തനം നടത്തുന്നുണ്ട്. കുട്ടികൾക്ക് പ്രശ്നമുള്ള മേഖല കണ്ടെത്തി ലളിതവും ആസ്വാദ്യകരവുമായ പ്രവർത്തനങ്ങളിലൂടെ അവരെ മറ്റുള്ളവരുടെ ഒപ്പത്തിന് എത്തിക്കുന്നതാണ് ഈ പ്രവർത്തനം. അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും കൂട്ടായ പ്രവർത്തനത്തിലൂടെ ഒപ്പത്തിനൊപ്പം ലക്ഷ്യത്തിനോടടുക്കുന്നു. സഹകരിക്കുന്ന എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് സീഡ് ക്ലബ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ യൂസ്ഡ് പെൻ ബോക്സ് സ്ഥാപിച്ചു. നമ്മുടെ ഉപയോഗം കഴിഞ്ഞ വസ്തുക്കൾ വലിച്ചെറിഞ്ഞ് ഭൂമിയെ മലിനപ്പെടുത്തരുത്, നാം ഓരോരുത്തരും ഭൂമിയുടെ സംരക്ഷകരായി തീരണം എന്ന സന്ദേശം സമൂഹത്തിന് നൽകാൻ ഇതിലൂടെ സാധിച്ചു. വിദ്യാരംഗം കലാ സാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ 1 മാസം നീണ്ടുനിന്ന വായനാദിന പ്രവർത്തനങ്ങൾ വിജയകരമായിരുന്നു. ജൂലൈ 5-ന് ബഷീർ അനുസ്മരണവും വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും റീഡേഴ്സ് തിയേറ്റർ ഉദ്ഘാടനവും പ്രശസ്ത ഗ്രന്ഥകാരൻ ശ്രീ വിൽസൺ ഐസക് നിർവഹിച്ചു. മൊബൈൽ ഫോൺ ദുര്യോഗം കുട്ടികളിൽ എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി രക്ഷാകർതൃ ബോധവൽക്കരണ ക്ലാസ് മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിലെ ശ്രീ ബി അച്യുതൻ നിർവഹിച്ചു. ഈ വർഷം പഠനയാത്ര 2 ഘട്ടമായിട്ടാണ് നടത്തിയത്. LKG മുതൽ 2ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ കൊണ്ട് കോടനാട് പോയി 3ാം ക്ലാസ് മുതലുള്ള കുട്ടികളുടെ പഠനയാത്ര മാങ്കമ്പടസിലേക്കായിരുന്നു. 2 യാത്രകളും കുട്ടികൾക്ക് വളരെ ആസ്വാദ്യകരമായിരുന്നു. കുട്ടികളിൽ സമ്പാദ്യശീലം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ സ്റ്റുഡൻറ് സേവിങ്സ് സ്കീം നമ്മുടെ സ്കൂളിലും നടപ്പിലാക്കിയിട്ടുണ്ട്. ഒരുപാട് പരിമിതിക്കുള്ളിൽ നിന്നാണ് നമ്മുടെ സ്കൂളിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്ന് മുൻ റിപ്പോർട്ടിൽ തന്നെ സൂചിപ്പിച്ചിരുന്നു. 7 ക്ലാസുകൾ നടത്താനുള്ള സ്ഥലം കൊണ്ട് 9 ക്ലാസ് പ്രവർത്തിക്കുന്നു എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. നമ്മുടെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തിയാൽ കുട്ടികളുടെ എണ്ണത്തിൽ വർധനവുണ്ടാകുമെന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. ബഹുമാനപ്പെട്ട MP ഡീൻ കുര്യാക്കോസിനും ബഹുമാനപ്പെട്ട MLA ഡോക്ടർ മാത്യു കുഴൽനാടിനും ബഹുമാനപ്പെട്ട വാളകം പഞ്ചായത്ത് പ്രസിഡന്റിനും നമുക്കൊരു പുതിയ സ്കൂൾ കെട്ടിടം അനുവദിച്ച് കിട്ടുന്നതിനുള്ള നിവേദനം സമർപ്പിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിക്കുള്ള നിവേദനവും തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഏറ്റവും അടുത്ത ദിവസം അത് കൊടുക്കണമെന്ന് കരുതുന്നു. ഒരു 3 നില കെട്ടിടമാണ് നാം പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് സാധ്യമായാൽ നമ്മുടെ പഞ്ചായത്തിലെ ആദ്യത്തെ ഹൈടെക് സ്കൂൾ എന്ന പദവി ഗവൺമെൻറ് UP സ്കൂൾ കാക്കാടിന് ലഭിക്കും. പഞ്ചായത്തിനും അത് ഏറ്റവും അഭിമാന നേട്ടമായിരിക്കും. അത് നേടിയെടുക്കാൻ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ ഒറ്റക്കെട്ടായി ഇവിടുത്തെ PTA-യോടൊപ്പം നിൽക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. 2024-25 അധ്യയന വർഷത്തിൽ ഈ വിദ്യാലയവുമായി ബന്ധപ്പെട്ട് നടത്തിയ എല്ലാ പ്രവർത്തനങ്ങളിലും ഏറ്റവും ആത്മാർത്ഥതയോടെ സഹകരിച്ച വാളകം പഞ്ചായത്തിലെ ഭരണസമിതി അംഗങ്ങൾ, AEO-യിലെ ഉദ്യോഗസ്ഥർ, SSK-യിലെ ഉദ്യോഗസ്ഥർ, ഈ സ്കൂളിലെ അധ്യാപകർ, അനധ്യാപകർ, PTA, MBTA, SMC അംഗങ്ങൾ, രക്ഷിതാക്കൾ, കുട്ടികൾ, സമീപ പ്രദേശത്തെ വ്യവസായ സ്ഥാപന ഉടമകൾ, നാട്ടുകാർ, ആരോഗ്യരംഗത്തെ പ്രമുഖർ, സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ തുടങ്ങിയ എല്ലാവരോടുമുള്ള നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് ഏവരുടെയും അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു. താങ്ക് യു. എൻ്റെ പ്രിയങ്കരനായ സുഹൃത്ത് 8ാം വാർഡ് മെമ്പർ PK റെജി അവറുകൾ, വാളകം ഗ്രാമപഞ്ചായത്തിൻ്റെ ഉപാധ്യക്ഷ ശ്രീമതി മോൾസി എൽദോസ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ലിസി എൽദോസ്, 8ാം വാർഡ് മെമ്പർ ജമന്തി മദനൻ, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ശ്രീ KV ബെന്നി, ഈ സ്കൂളിൻ്റെ പ്രധാനാധ്യാപിക സിന്ധു ഏലിയാസ്, PTA പ്രസിഡന്റ് MK സന്തോഷ്, MBTA പ്രസിഡന്റ് സുജ ജിബി, SMC ചെയർമാൻ ജിബേഷ് M, അതുപോലെ തന്നെ സ്കൂൾ ലീഡർ അനന്തകൃഷ്ണൻ PA,
മറ്റ് സ്റ്റേജിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന ഈ സ്കൂളിലെ അധ്യാപകർ, ഇന്നിവിടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായി എത്തിച്ചേർന്നിട്ടുള്ള മാതാപിതാക്കളെ, ഇന്നത്തെ ഈ ഉത്സവത്തിലെ താരങ്ങളായ എൻ്റെ പ്രിയപ്പെട്ട കൊച്ചു കൂട്ടുകാരെ, റാക്കാട് UP സ്കൂൾ ഇന്ന് അതിൻ്റെ 106ാമത് വാർഷികം സ്നിഗ്ധ 2025 എന്ന പേരിൽ ഇവിടെ ആഘോഷിക്കുകയാണ്. മനോഹരമായ ഈ സായാഹ്നത്തിൽ സാറുമാരും PTA ഒക്കെ വളരെയധികം പണിപ്പെട്ട് വളരെ ഭംഗിയായിട്ടുള്ള അലങ്കരിച്ചിട്ടുള്ള ഈ ഓഡിറ്റോറിയത്തിൽ വെച്ച് നിങ്ങളോടൊപ്പം ഇതിൽ പങ്കെടുക്കുവാൻ സാധിച്ചതിൽ എനിക്കും അതിയായ സന്തോഷമുണ്ട്. നമുക്കറിയാം, ആനിവേഴ്സറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ ആ ഒരു വർഷം കൊണ്ട് അവരെ ആർജിച്ച അവരുടെ വിദ്യാഭ്യാസം നമുക്കറിയാം, അക്കാഡമിക്കലി അവർ പഠിക്കും. അതുകൂടാതെ അവരുടെ കലാപരമായ കഴിവുകൾ അവതരിപ്പിക്കുന്നതിന് മാതാപിതാക്കളുടെ എല്ലാം മുമ്പിലും നാട്ടുകാരുടെ മുമ്പിലൊക്കെ അവതരിപ്പിക്കുന്നതിനുള്ള ഒരവസരമാണ് ഇത് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എല്ലാവരും മേക്കപ്പ് കേട്ട് അക്ഷമരായിട്ട് ഇതിൽ ചുറ്റി നടക്കുന്നത് ഞാൻ കണ്ടു. ഈ മാതാപിതാക്കളും എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് തങ്ങളുടെ കുട്ടികളുടെ കഴിവുകൾ കാണാൻ വേണ്ടിയാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എനിക്ക് കുട്ടികളെ ഓർമ്മിപ്പിക്കുവാനുള്ളത്, നമ്മുടെ ജീവിതകാലത്ത് ഏറ്റവും സന്തോഷകരമായ കാലഘട്ടം എന്ന് പറയുന്നത് വിദ്യാർത്ഥി ജീവിതം തന്നെയാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. മാതാപിതാക്കളുടെ തണലിൽ യാതൊരു ടെൻഷനുമില്ലാതെ നമ്മൾ ജീവിച്ചു വരുന്ന ഒരു കാലഘട്ടം. പക്ഷെ അതൊക്കെ എനിക്ക് തോന്നുന്നത് കുറച്ച് മുമ്പായിരുന്നു എന്നാണ് തോന്നുന്നത്. ഇപ്പോൾ കുട്ടികൾക്കും ടെൻഷൻ ഉള്ള ഒരു കാലഘട്ടമാണ് എന്ന് തോന്നുന്നു. അതിന് കാരണം മറ്റാരുമല്ല, നമ്മൾ മാതാപിതാക്കൾ തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നത്തെ വിദ്യാഭ്യാസ രീതിയൊക്കെ കുറച്ച് മാറിക്കഴിഞ്ഞു. ഏകദേശം നമ്മൾ കുട്ടികളെ സ്കൂളിലൊക്കെ ഇതെല്ലാം പഠിപ്പിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ കുട്ടികളെ ജീവിതം കൂടി വിദ്യാഭ്യാസത്തോടൊപ്പം ഈ മത്സരത്തോടൊപ്പം അവരെ ജീവിതം കൂടി പഠിപ്പിക്കണം എന്ന് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്നിപ്പോൾ നമുക്കറിയാം, ഈ നമ്മുടെ ഇലക്ട്രോണിക്സ് മീഡിയയൊക്കെയുടെ അതിൻ്റെയൊക്കെ ഒരു സ്വാധീനം കുട്ടികളുടെ ജീവിതത്തിൽ വളരെ കൂടുതലാണ്. തീരെ ചെറുതായിരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ചോറൊക്കെ അവരുടെ വായിലേക്ക് നമ്മൾ മാതാപിതാക്കൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അവർ തീർച്ചയായിട്ടും ആ കാർട്ടൂണും അതെല്ലാം കണ്ടുകൊണ്ട് അങ്ങനെ ഇരിക്കുവാണ്. ഇപ്പോൾ ഒരു സ്ഥലത്തല്ല, എല്ലാ കുട്ടികളുടെ അവസ്ഥ അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മൾ അതെല്ലാം മാറ്റിയെടുക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ കുറച്ചവരെയൊക്കെ മനുഷ്യത്വവും ഈ യാന്ത്രികതയിൽ നിന്നൊന്ന് മാറ്റിയെടുക്കുന്നത് തീർച്ചയായിട്ടും നല്ലൊരു സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് വളരെ നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ഇന്നിപ്പോൾ നമ്മൾ പണ്ടൊക്കെ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് നല്ല വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞായിരുന്നു നമ്മൾ പുറത്തേക്ക് വിദ്യാർത്ഥികളെ അയക്കാറുണ്ടായിരുന്നത്. ഇന്ന് കാലം മാറിയിരിക്കുന്നു. നമ്മൾ +2 കഴിയുമ്പോഴത്തേക്കും തന്നെ എങ്ങനെ ഇവനെ പുറത്തു വിട്ട് അവൻ്റെ ഭാവി ഭാസുരമാക്കാം എന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ടൊക്കെ ഒരു വിദ്യാർത്ഥിയുടെ അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെയെല്ലാം ഭാവി ഭംഗിയാവുകയാണോ, നമ്മുടെയൊക്കെ ജീവിതം ഭംഗിയാവുകയാണോ എന്നെല്ലാം നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ 10, 20, 10, 15 ഏക്കർ സ്ഥലവും അത്യാവശ്യം പൈസയും സൗകര്യമുള്ളവരൊക്കെ മാതാപിതാക്കൾ വരെ അവരുടെ പിള്ളേരെ UK-ക്കും കാനഡയ്ക്കും ഒക്കെ പറഞ്ഞു വിടുവാണ്. എനിക്ക് തോന്നുന്നില്ല അതൊക്കെ ഇവിടെ ജീവിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണെന്ന്. അവരവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എല്ലാവരും അത്ര നല്ല ജോലിയൊന്നും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് പക്ഷേ നമ്മുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കും. അവിടെ എല്ലാ ജോലികൾക്കും തുല്യ പ്രാധാന്യമാണ് എന്നാണ് അവിടെയുള്ളവർ പറയുന്നത്. ഏത് ജോലി ചെയ്താലും കുഴപ്പമില്ല. എങ്കിലും കെയർ ഹോമുകളിലൊക്കെയാണ് നമ്മുടെ നല്ല നിലയിലുള്ള ഈ പിള്ളേർ പോയിട്ട് ഒത്തിരി പേരൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ പിള്ളേരെയൊക്കെ ഇവിടെ തന്നെ നമുക്ക് പിടിച്ചു നിർത്തണം മാക്സിമം എന്നാണ് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഒരു രത്ന ചുരുക്കം. പ്രിയപ്പെട്ടവരെ, പിന്നെ നമുക്കറിയാം ഇന്നിപ്പോൾ സ്കൂളുകളൊക്കെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വിട്ടു നൽകി. അപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങൾക്കൊക്കെ വിട്ടു നൽകിയപ്പോൾ ഗവൺമെൻറ് തന്നെ ഈ 14ാം പഞ്ചവത്സര പദ്ധതിയൊക്കെ നടക്കുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു മുൻഗണന എന്ന് പറയുന്നത് പൊതുവിദ്യാഭ്യാസത്തെ
നല്ല രീതിയിൽ പിടിച്ചു നിർത്തുക എന്നുള്ളതാണ്. കാരണം പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം വന്ന് നമ്മുടെ പൊതുമേഖല, വിദ്യാഭ്യാസത്തിൻ്റെ പൊതുമേഖല സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നാൾക്കുൾ നാൾ നമ്മുടെ വിദ്യാർത്ഥികളുടെ എണ്ണമൊക്കെ സർക്കാർ സ്കൂളുകളിൽ കുറഞ്ഞു പോകുന്നു. തീർച്ചയായിട്ടും അതിനൊരു മാറ്റം വരണം. ഇപ്പം അതിനുള്ള മാറ്റം എന്ന രീതിയിൽ സ്കൂളുകളുടെ എല്ലാം മുഖച്ഛായ തന്നെ മാറിയിട്ടുണ്ട്. വാളകം പഞ്ചായത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം സർക്കാർ സ്കൂളുകളുള്ള ഒരു പഞ്ചായത്താണ്. ഓരോ സ്കൂളിലും ചെല്ലുമ്പോൾ അതിൻ്റെ മുഖച്ഛായ തന്നെ മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉത്സാഹിച്ച് ആരോഗ്യം പോലെ തന്നെ വിദ്യാഭ്യാസവും പൊതുമേഖലയിൽ ശക്തിപ്പെടുത്തേണ്ടതുകൂടി ഒരാവശ്യകതയാണ് എന്നുകൂടി നിങ്ങളെ ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. കൂടുതലൊന്നും ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ ഈ പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു. ബഹുമാന്യായ യോഗാധ്യക്ഷൻ 8ാം വാർഡ് മെമ്പറുമായ റിജി പി കെ അവറുകൾ, ആദരണീയായ പഞ്ചായത്ത് പ്രസിഡന്റ് എബ്രാഹിം കെ അവറുകൾ, വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികൾ, കുട്ടികളെ, മാതാപിതാക്കളെ, പ്രാക്കാട് LP സ്കൂളിലെ കുട്ടികളുടെ ഉത്സവം കൊണ്ടാടുന്ന ഈ വേളയിൽ വിദ്യാഭ്യാസം മാത്രമല്ല അവരെ കലയെ കൂടി ഉയർത്തിക്കൊണ്ടുവരുന്ന രീതിയിൽ കുട്ടികളെ അതിനെ പ്രാപ്തമാക്കി നമ്മൾ വർഷത്തിലൊരു പ്രാവശ്യമായി കൊണ്ടാടുന്ന ഈ ഉത്സവം, ഈ വേളയിലും പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഞാൻ ഒരു കാര്യം ഊന്നി പറയുകയാണ്. ഏറ്റവും സന്തോഷവും ആനന്ദകരമായ സമയം ഈ കുട്ടികളുടെ കാലയളവിലാണ്. അവർക്ക് ടെൻഷനില്ല, അച്ഛനും അമ്മയും പറയുന്നത് കേൾക്കുന്നു, ടീച്ചേഴ്സിനെ അനുസരിക്കുന്നു, അവർ വാൻപാടികളെ പോലെ പറന്നു നടക്കുന്ന ഈ ഒരു കാലയളവ്. നിങ്ങളുടെ ഈ മാമാങ്കത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മുരളീധരൻ നായർ എൻഡോമിനായി തിരഞ്ഞെടുക്കപ്പെട്ടത് സ്റ്റാൻഡേർഡ് 7 ആൻ എൽസായൽദോ. രാജമ്മ മെമ്മോറിയൽ എൻഡോമെന്റ് ജോവാന അനൂപ്. രാജമ്മ ടീച്ചർ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയി. ടീച്ചറിന്റെ ഓർമ്മ ഇപ്പോഴും നിലനിൽക്കുന്നു എൻഡോമെന്റിലൂടെ. സുജാത ടീച്ചർ എൻഡോമെന്റിനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന കുട്ടികൾ STD 1 ഇഷൻ സിഞ്ചു വർഗീസ്, STD 2 വന്ദന D നായർ, STD 3 ജോയൽ എൽദോസ്, STD 3 ജോയൽ എൽദോസ്, STD 4 അജിത് പി നായർ, STD 5 ശ്രീനന്ദ രാജേഷ്, STD 6 കാർത്തിക് TD, STD 7 നിവേദ്യ മനേഷ്, LKG കൃഷ്ണദേവ് മനോജ്, LKG കൃഷ്ണദേവ് മനോജ്, UKG ഹരിപ്രിയ ശ്യാം.
ശശികല ടീച്ചർ നമ്മുടെ വേദിയിൽ തന്നെ ഉണ്ട്. ഒരുപാട് സന്തോഷം. LKG വേദിക സജീൻ, UKG ദക്ഷലക്ഷ്മി മനോജ്, STD1 ആൽമണ്ട് ഷിബു, STD2 ശ്രീദേവിക VS, STD3 ജോജോ എൽദോസ്, STD4 വിനായക് TD, STD5 എൽജോ എൽദോസ്, STD6 ആദിദേവ് ഷിനോ, STD7 ഹൃദ്യ രജീഷ്. LKG വേദിക സജിനെത്തിയിട്ടുണ്ട്. അടുത്ത ശ്രീമതി എലിയു ടീച്ചർ എൻഡോമെന്റ്, STD1 ഇസ സിന്ധു വർഗീസ്, STD2 ആരാധ്യ വിനീത്, STD3 ആദിദേവ് PR, STD4 ബിപിൻ പ്രദീപ്, STD5 ആദിനാഥ് ബി നായർ, STD6 സ്വാൻ ബിജു, ആദിനാഥ് STD5, STD6 സ്വാൻ ബിജു, STD7 ശ്രീനന്ദ MR. അടുത്തതായി ലൈല ടീച്ചർ എൻഡോമെന്റ്, STD5 ദൃശ്യ P, STD5 ദൃശ്യ P, STD6 കൃഷ്ണേന്ദു TS. അടുത്തതായി ഹസൻ സാർ എൻഡോമെന്റ്, STD1 അർത്തി സന്ദീപ്, അദ്വി സന്ദീപ്, STD2 പാർവതി അഭിലാഷ്, STD3 ഹന്ന സാബു, STD3 ആതിര മണിക്കുട്ടൻ, STD5 ജോൺ സക്കറിയ, ജോൺ സക്കറിയ, STD6 ഗായത്രി അഭിലാഷ്, STD7 ആൻസിലീന ആന്റണി. അടുത്തതായി ജോമോൻ എം ചെറിയാൻ എൻഡോമെന്റ്, ജോമോൻ എം ചെറിയാൻ എൻഡോമെന്റ്, STD1 നൈതിക് നിശാന്ത്, STD2 ശ്രീരഞ്ജൻ
STD7 അനന്തകൃഷ്ണൻ PA. അടുത്തതായി മേരീസ് കരിയർ എൻഡോവ്മെന്റ് അർഹതപ്പെട്ട കുട്ടികൾ അനന്യ സന്തോഷ് STD7, ഹരിബാല ശ്യാം STD5. അതുകൂടാതെ നമ്മുടെ സ്കൂളിൽ നിന്നും പഠിച്ചു പോയ ഒരു പൂർവ്വ വിദ്യാർത്ഥിനി ഇന്ന് ഈ സ്കൂളിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഒരു ധനസഹായം കൊടുത്ത് വിട്ട് നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് അവർ പറഞ്ഞ മാനദണ്ഡം അനുസരിച്ച് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന കുട്ടി ശ്രീലക്ഷ്മി MS STD5. വേദിയിലേക്ക് കയറി വരാമോ ശ്രീലക്ഷ്മി MS? അധ്യക്ഷനും 8ാം വാർഡ് മെമ്പറുമായ ശ്രീ രജി PK അവറുകൾ, വാളകം പഞ്ചായത്തിൻ്റെ ആദ്യനായ പ്രസിഡന്റ് ശ്രീ KP ഇബ്രാഹാം അവറുകൾ, വൈസ് പ്രസിഡന്റ് മോൾസി എൽദോസ്, 9ാം വാർഡ് മെമ്പർ ജമന്തി മദനൻ, ഈ സ്കൂളിൻ്റെ പ്രധാന അധ്യാപിക സിന്ധു ടീച്ചർ, മറ്റ് വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികൾ, പേരൻസ്, കുട്ടികളെ, സ്നിഗ്ധ 2025 കുട്ടികളുടെ ഉത്സവം 106ാമത് വാർഷിക ആഘോഷവും പഠനോത്സവവുമായിട്ടാണ് ഇന്നിവിടെ നടത്തപ്പെടുന്നത്. ഒരു വർഷക്കാലം വളരെ വേഗത്തിൽ കടന്നുപോയി. ഈ അധ്യയന വർഷത്തിൻ്റെ അവസാന ഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഒരു തിരിഞ്ഞുനോട്ടം, അതാണ് വാർഷികാഘോഷം. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ പേരൻസ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ സമയവും സമ്പാദ്യവും ആരോഗ്യവും എല്ലാം കുട്ടികൾക്ക് വേണ്ടി ചെലവിടുന്നവരാണ്. എന്നാൽ അവരെ ഒരു ദിവസം അവരുടെ ആ ദിവസത്തിൽ നടന്നതെല്ലാം ഒന്ന് കേൾക്കുവാനും കൂടി തയ്യാറാകണം. ഓരോ കുട്ടികളും ജോലി തിരക്ക് കൊണ്ട് അമ്മമാരുടെ അടുത്ത് അല്ലെങ്കിൽ അച്ഛന്മാരുടെ അടുത്ത് വരുമ്പോൾ അവരുടെ ജോലി തിരക്ക് മൂലം മാറി നിൽക്കുന്ന ഒരവസ്ഥ പല കുട്ടികളിൽ നിന്നും കേൾക്കാനായിട്ട് ഇടയായിട്ടുണ്ട്. അവരെ നമ്മളൊന്ന് കേൾക്കണം. പല കാര്യങ്ങൾക്കും അവർക്ക് അന്നന്നത്തെ പറയുവാനുണ്ടാവും. അതുപോലെ തന്നെ ടീച്ചേഴ്സിൻ്റെയും പേരൻസിൻ്റെയും താല്പര്യപ്രകാരം മാർക്ക് നേടുന്നതിലുപരി മാർക്ക് നേടണം, ഉന്നതമായ സ്ഥാനങ്ങൾ നേടണം. അതിലുപരി നമ്മൾ കുട്ടികളെ നല്ല ശീലങ്ങൾ വളർത്തുവാനായിട്ട് സാധിക്കണം. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ടീച്ചറുടെ റിപ്പോർട്ട്. ആ റിപ്പോർട്ട് വായിച്ചത് എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ടായിരുന്നു. പൂർവ്വ വിദ്യാർത്ഥികളെ വണ്ടിയിടാനായിട്ട് ഷെഡ് വളർന്നു കൊടുത്തതും ടൈലിൻ്റെ കാര്യങ്ങളെല്ലാം പഞ്ചായത്ത് ഭരണസമിതിയെ സംബന്ധിച്ചും എല്ലാം ഉൾപ്പെടുന്ന നല്ലൊരു റിപ്പോർട്ടായിരുന്നു. എല്ലാവർക്കും ഈ സ്കൂളിൻ്റെ ഈ വാർഷിക ആഘോഷത്തിൽ നിന്ന് എല്ലാവർക്കും എല്ലാവിധ ആശംസയും കുട്ടികൾക്കും നേർന്നുകൊണ്ട് എൻ്റെ എല്ലാ എളിയ വാക്കുകൾ നിർത്തിയൊന്നു. നന്ദി, നമസ്കാരം. SSLC പരീക്ഷയിൽ ഫുൾ A+ നേടിയ ഗ്ലോറിയ അനിലിനെ ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു. താങ്ക് യു മാഡം. ഉപഹാരങ്ങൾ സ്വീകരിച്ച കുട്ടികൾക്ക് അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുള്ള അവസരമാണ്. മുന്നോട്ട് വരാം. ഞാനിവിടെ LKG മുതൽ 7ാം ക്ലാസ് വരെ ഈ സ്കൂളിലാണ് പഠിച്ചത്. സ്കൂളിനെ പറ്റി പറയാനാണെങ്കിൽ ആദ്യം പറയേണ്ടത് ഇവിടുത്തെ ടീച്ചേഴ്സാണ്. നമ്മൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയി, അതായത് 7ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോയാലും ഇവിടെ എങ്ങനെയായിരുന്നു ആ ഒരു പ്രസൻസ്, ആ ഒരു സ്നേഹത്തോടെ തന്നെയാണ്. ഇവിടെ വഴിയിൽ വെച്ച് കണ്ടാലും എവിടെയായിരുന്നാലും എത്ര തിരക്കിട്ടാലും ടീച്ചർമാർ നമ്മളെ സ്നേഹത്തോടെ നമ്മുടെ അടുത്ത് സംസാരിക്കുകയാണെങ്കിലും അങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങളിൽ നമ്മളെ പഠിക്കാൻ എളുപ്പമാണോ, സംസാരിക്കാനും നമ്മുടെ സുഖകരങ്ങൾ അന്വേഷിക്കാനായിട്ടും എപ്പോഴും
ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അതിൽ ഒത്തിരി സന്തോഷമുണ്ട് ഇവിടെ ഇങ്ങനെ ആയിരിക്കാനും. ഇവിടെ ഇങ്ങനെ ഇപ്പോൾ ഇത്രയും മാർക്കല്ല, എന്താ പറയുക, ഇപ്പോൾ ഇങ്ങനെ ഒരു സമ്മാനം ഇവിടെ നിന്ന് കിട്ടിയെന്ന് ഒത്തിരി സ്ഥലത്തുനിന്ന് കിട്ടി. പക്ഷെ എന്നാലും വേറെ എവിടെ കിട്ടിയതിനേക്കാളും കൂടുതൽ ഒരു പടി സന്തോഷം കൂടുതൽ ഈ സ്കൂളിൽ നിന്ന് ഈ സ്റ്റേജിൽ നിന്ന് മേടിക്കാനാണ്. കാരണം ഇവിടുത്തെ ടീച്ചറല്ല, ടീച്ചർമാർ ഓരോരുത്തരും അത്രയ്ക്ക് സപ്പോർട്ടും കാര്യങ്ങളുമാണ് ഇവിടുന്ന് പോയതിന് ശേഷം തന്നത്. അത് വേറൊരു സ്കൂളിൽ ചെന്നപ്പോഴാണെങ്കിലും അതിനേക്കാൾ ഉപരി, കാരണം അവിടെ ഒത്തിരി നമ്മളെക്കാളും, ഞാനിപ്പോൾ നേഴ്സറിലാണ് പഠിച്ചത്, അവിടേക്കാളും കൂടുതൽ ഇവിടേക്കാളും ഇരട്ടി കുട്ടികളാണ് അവിടെ ഉണ്ടായിരുന്നത്. അതിനേക്കാളും ഒരുപാട് ഡിഫറൻസ് ആണ് ഇവിടെ. കാരണം ഒത്തിരി പിള്ളേരുണ്ടെങ്കിലും അവരെ ഓരോരുത്തരുടെ കാര്യം, നമ്മുടെ വീട്ടിലെ കാര്യങ്ങളാണെങ്കിൽ പോലും ചോദിക്കാനും അത് അന്വേഷിക്കാനും ഇവിടുത്തെ ടീച്ചർമാർക്ക് ഒരു മടിയില്ലാതെ ഇവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണെങ്കിലും ഇപ്പോഴാണെങ്കിലും. കഴിഞ്ഞ ദിവസം സിന്ധു ടീച്ചറൊക്കെ കണ്ടു. സിന്ധു ടീച്ചർ വഴി വെച്ച് നിർത്തിയിട്ടാണെങ്കിലും സംസാരിച്ചു. ടീച്ചർ എന്നെ പഠിപ്പിച്ചതാണ്. ടീച്ചർ ഇവിടെ HM ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പോഴും ഇവിടുത്തെ കാര്യങ്ങൾ ഓരോ വാട്സപ്പിൽ കൂടെയാണെങ്കിലും ഫോണിൽ കൂടെയാണെങ്കിലും അറിയുമ്പോഴും മനസ്സിൽ ഒത്തിരി സന്തോഷമാണ്. ഇനി അതിനും ഒത്തിരി ഉയരങ്ങളിലേക്ക് എൻ്റെ സ്കൂള് എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാ കുട്ടികളോടും പറയാനുള്ളത്, ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഇവിടെ സന്തോഷമായിട്ടും ഇവിടുത്തെ ടീച്ചർമാരോട് ഏറ്റവും സ്നേഹത്തോടെയും ഇവിടെ നിന്ന് ഇറങ്ങിയാലും അതിന് ഏറ്റവും കൂടുതൽ സ്നേഹത്തോടെയും അവരോട് പെരുമാറണം. അതായിരിക്കും എനിക്ക് തോന്നുന്നു അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം. ഞാനിവിടെ എത്താനായിട്ട് ഇനി എത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതിനായിട്ട് എല്ലാവരോടും പ്രാർത്ഥനകൾ ചോദിക്കുന്നു. പിന്നെ ടീച്ചർമാരിൽ നിന്നും ഒത്തിരി സ്നേഹവും നന്ദിയും എന്നും ഈ സ്കൂളിനോട് എനിക്കുണ്ട്. ഏതൊരു നിമിഷത്തിൽ എവിടെയായിരുന്നാലും ഈ സ്കൂളാണ് എൻ്റെ ആദ്യത്തെ തുടക്കം. ഈ സ്റ്റേജാണ് ഞാൻ ഫസ്റ്റായിട്ട് ഡാൻസ് കളിക്കാനാണെങ്കിലും പാട്ട് പാടാനാണെങ്കിലും എന്തിനും ഈ സ്കൂളാണ് എൻ്റെ ആദ്യത്തെ തുടക്കം. അപ്പോൾ സ്കൂളിനോടുള്ള നന്ദി എപ്പോഴും എൻ്റെ മനസ്സിൽ, എൻ്റെ ജീവിതത്തിലുണ്ടാവും. ഇവിടെ ഇരിക്കുന്ന എല്ലാ ടീച്ചർമാർക്കോടും എൻ്റെ കൂടെ പഠിച്ച എല്ലാവരോടുള്ള നന്ദി. ഇനി പ്രാർത്ഥനകൾ കൂടെ ഉണ്ടാവണമെന്നും എൻ്റെ പ്രാർത്ഥനകളിലും എൻ്റെ ജീവിതത്തിലും എപ്പോഴും നിങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടെന്നും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഗ്ലോറിയ. ഇവിടെ വേദിയിലിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികളെയും, അധ്യാപകരെയും, രക്ഷകർത്താക്കളെയും കുട്ടികൾക്കൊക്കെ ആനിവേഴ്സറിയുടെ ആശംസ നേരുന്നു. അതുപോലെ തന്നെ എനിക്ക് ആകെ 2-3 കാര്യം ഞാൻ പറഞ്ഞോളൂ. കാരണം വെച്ചാൽ എൻ്റെ ആദ്യത്തെ തുറക്കുന്നത് ഈ സ്കൂൾ തന്നെയാണ്. ഞാനിവിടെയാണ് 1 തൊട്ട് 7ാം ക്ലാസ് വരെ പഠിച്ചത്. ഫസ്റ്റ് ഇവിടെ പറയുവാണെങ്കിൽ എൻ്റെ ടീച്ചേഴ്സിനെ പറ്റിയാണ് പറയാനുള്ളത്. ഇപ്പം എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സിൽ ആകെ 4 പേരേ ഉള്ളൂ. ബിന്ദു ടീച്ചർ, സിന്ധു ടീച്ചർ, പിന്നെ മനോജ് സാറ്, ഇപ്പൂഷി ടീച്ചർ ഇവിടെ ഇരിക്കുന്നു. ഇവരൊക്കെ കുറച്ച് പേരുള്ളൂ. ഇവരൊക്കെ ഭയങ്കര ഒരു സ്നേഹബന്ധം ഇപ്പോഴും നിലനിർത്തുന്നതാണ്. കണ്ടാൻ ഡിസംബർ വീണ്ടും ഒക്കെ ചെയ്യും. ഇപ്പം ഇവിടെ വന്നപ്പോൾ തന്നെയാണെങ്കിലും ബാക്കിയുള്ള സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മൾ ഒരു പരിചയമില്ലാത്ത പോലെ നിൽക്കണ പോലെയാണെങ്കിലും ഇവിടെ വന്നപ്പോൾ ഭയങ്കര എങ്ങനെയാണോ സ്നേഹിക്കുന്നത് അങ്ങനെ സ്വന്തം മക്കളെ പോലെ തന്നെയാണ് ചേർത്ത് നിർത്തിയത്. ഇപ്പം ഞങ്ങൾ വന്നപ്പോൾ ഭയങ്കര സ്നേഹത്തോടെയാണ് എന്നോട് പെരുമാറിയത് ഇവരെല്ലാവരും. അപ്പോൾ പിന്നെയാണെങ്കിൽ ഞാൻ എന്തെങ്കിലും പ്രോഗ്രാമിനൊക്കെ ചെല്ലുമ്പോൾ മടിച്ചു നിന്നാലും നമ്മളെ പ്രോത്സാഹിപ്പിച്ച് ഇതിന് പ്രോഗ്രാം ചെയ്യണം അങ്ങനെയൊക്കെ പറഞ്ഞ് ആത്മവിശ്വാസം തന്ന്, ധൈര്യം തന്ന്, ഒരു മോട്ടിവേഷനൊക്കെ തന്ന് എന്നെ ഇത്ര എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന് എനിക്ക് ഏറ്റവും നന്ദി പറയുന്നത് എൻ്റെ ടീച്ചേഴ്സിനോടാണ്. സിന്ധു ടീച്ചർ വെച്ചാൽ ചെറുപ്പം തൊട്ട് ഞാൻ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ സിന്ധു ടീച്ചറിൻ്റെ അടുത്തേക്ക് ആദ്യമായിട്ട് ചെന്ന് പറയാറൊക്കെ. അപ്പോൾ സിന്ധു ടീച്ചർ എന്നെ ഭയങ്കരമായിട്ട് ആശ്വസിപ്പിക്കാറുണ്ട്. പിന്നെ എനിക്ക് എന്തെങ്കിലും വിഷമം വന്നിട്ടുണ്ടെങ്കിൽ തന്നെ മിസ്സ് ഭയങ്കരമായിട്ട് കെയർ ചെയ്യുമായിരുന്നു. പിന്നെ എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. പിന്നെ ഇവിടെ എനിക്ക് സമ്മാനം തരാൻ വേണ്ടി എന്നെ ഇവിടെ വിളിച്ച ടീച്ചേഴ്സിനോടും ഇവിടുത്തെ PT എല്ലാവരോടും നന്ദി പറയുന്നു. താങ്ക് യു ആര്യ. ജയിച്ചേട്ടൻ നമ്മുടെ ഈ യോഗം അല്ലെങ്കിൽ ഈ ആനിവേഴ്സറി ഉദ്ഘാടനം ചെയ്ത വളം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ആരാധനയായ അബ്രാഹിം ചേട്ടൻ, വൈസ് പ്രസിഡന്റ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ,
അതുപോലെ വേദിയിൽ ഇരിക്കുന്ന PTA മാതൃസംഘം, വിവിധ മേഖലകളിലുള്ള വിശിഷ്ട വ്യക്തികളെ, അതിലേറെ ഉപരി ഇന്നത്തെ താരങ്ങളായ കൊച്ചുകുട്ടികളെ, അവരുടെ പരിപാടികൾ കാണാനും ആസ്വദിക്കാനും എത്തിയ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, എനിക്ക് മുന്നേ സംസാരിച്ചവരെല്ലാം പറഞ്ഞു, നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഒരിക്കലും നടക്കില്ല എന്ന് നമുക്കറിയാമെങ്കിലും എപ്പോഴും ഞാനും നിങ്ങളും എത്ര പ്രായമേറിയവരും ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ ബാല്യകാലം. തിരിച്ചു നടക്കണമെന്ന് മനസ്സുകൊണ്ട് എത്ര കൊതിച്ചാലും എത്താൻ പറ്റാത്ത, അല്ലെങ്കിൽ ഒരിക്കൽ പോലും നമുക്ക് തിരിച്ചു നടക്കാൻ കഴിയില്ല എന്നറിയാമെങ്കിലും എപ്പോഴും ബാല്യത്തിലേക്ക് തിരിച്ചു നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനസ്സ് എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഒരു ടെൻഷനും ഇല്ലാതെ മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും മാധുര്യം നിറഞ്ഞ കാലഘട്ടം ഏതാണ് എന്ന് ചോദിച്ചാൽ ഈ ബാല്യകാലം തന്നെയാണ്. അതിന് ഒരു സംശയവുമില്ല. ഇവിടെ ഇതിനു മുന്നേ സംസാരിച്ച 2 കുട്ടികൾ പറഞ്ഞു, ഈ സ്കൂളിലേക്ക് വരുമ്പോൾ സ്വന്തം വീട്ടിലേക്ക് വരുന്ന ഒരു അനുഭൂതി. അത് അവർ സംസാരിച്ചപ്പോൾ അവരുടെ ആ കണ്ടമിടറി അവർ പറഞ്ഞത്, അവർക്ക് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ മാധുര്യം നമ്മൾ ഒരിക്കലും അറിയില്ല. അതിനുശേഷം ഇവിടെ നിന്ന് വിട്ട് പുറത്തൊക്കെ പോയി കഴിയുമ്പോഴാണ് നമ്മൾ പഠിച്ച, അല്ലെങ്കിൽ നമ്മുടെ ആ വ്യക്തിത്വ രൂപീകരണം നടത്തിയ ആ വിദ്യാലയത്തിൻ്റെ മാധുര്യം നമ്മൾ തിരിച്ചറിയുന്നത്. ഈ സ്റ്റേജിൽ ഇരിക്കുന്ന പ്രമുഖരിൽ നിന്നൊക്കെ വ്യത്യസ്തത ആയിട്ട് എനിക്ക് പറയാൻ കഴിയും. കാരണം കഴിഞ്ഞ ഒരു 10 വർഷക്കാലം, ഏകദേശം 10 വർഷം, അതിനൊക്കെ ഏറെ ഉപരി ഈ സ്കൂളിൻ്റെ വാർഷിക ആഘോഷത്തിൽ പങ്കെടുക്കാനുള്ള ഒരു ഭാഗ്യം സർവേശ്വരൻ എനിക്ക് നൽകിയിട്ടുണ്ട്. കാരണം 2010-15 ഈ വാർഷികാഘോഷത്തിലെ വാർഡ് മെമ്പർ എന്നുള്ള നിലയും, അതിനു മുമ്പിൽ എൻ്റെ കുട്ടികൾ പഠിച്ചിരുന്നപ്പോൾ മാതൃസംഘത്തിൻ്റെ ചെയർപേഴ്സൺ എന്ന രീതിയിലും ഈ സ്കൂളിൻ്റെ വിവിധ, അതായത് ഏകദേശം ഒരു 10-20 വർഷക്കാലത്തോളം എനിക്ക് നിങ്ങളോടൊപ്പം, ഈ സ്കൂളിനോടൊപ്പം വാർഷിക ആഘോഷത്തിൽ പങ്കെടുക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൻ്റെ ഏത് വഴിത്തിരിവിനും ഭാഗമായത് ഈ വിദ്യാലയമാണ്. കാരണം കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിലെല്ലാം എൻ്റെ പോളിംഗ് ബൂത്ത് ഇവിടെയായിരുന്നു. അപ്പം എൻ്റെ നല്ല കാലങ്ങളുടെ തുടക്കവും, എൻ്റെ മക്കളുടെ നല്ല കാലത്തിൻ്റെ തുടക്കവും, എൻ്റെ ഭർത്താവ് പഠിച്ചതും ഇവിടെയാണ്. ഈ സ്കൂൾ അത്രയേറെ അഭിമാനവും എൻ്റെ തറവാട് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നതുമാണ്. നാളെയുടെ വരദാനങ്ങളായ ഇവരെ സമൂഹത്തിലെ നല്ല മനുഷ്യരാക്കി, മറ്റുള്ളവൻ കരയുമ്പോൾ അവൻ്റെ കണ്ണീര് ഒപ്പാൻ, അല്ലെങ്കിൽ കരച്ചിലിന് അവനോടൊപ്പം ചേർന്ന് നിൽക്കാൻ, ഇല്ലാത്തവന്, എന്തെങ്കിലും ഇല്ലാതെ വിഷമിക്കുന്നവന് തനിക്കുള്ളതിൻ്റെ ഒരു ഓഹരി കൊടുക്കാൻ കഴിയുന്ന നല്ല കുട്ടികളാക്കി മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വാർഷികാഘോഷത്തയ്യത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ PK റെജി, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട വാളകം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ KP എബ്രഹാം അവർകൾ, വേദിയിലുള്ള ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, PTA ഭാരവാഹികൾ, SMCയുടെ ചെയർമാൻ ഉൾപ്പെടെയുള്ള ഭാരവാഹികൾ, അതോടൊപ്പം ഇവിടുത്തെ പൂർവ പ്രധാനാധ്യാപകനും എൻ്റെ ഒരു സംഘടനാ ഗുരുനാഥനും കൂടിയായിട്ടുള്ള ശ്രീ MV ഗീവറീസ് മാഷ്, പ്രിയവേദിയിലുള്ള പ്രിയ രക്ഷകർത്താക്കളെ, കുഞ്ഞുങ്ങളെ, 106 വർഷം എന്ന് പറയുമ്പോൾ നമ്മളുടെ ഈ റാക്കാട് പ്രദേശത്തെ ഒട്ടേറെ പ്രതിഭകൾക്ക് രൂപം കൊടുത്ത ഒരു വിദ്യാലയമാണ് ഈ ഗവൺമെൻറ് UPS റാക്കാട്. നമ്മളിവിടെ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച്, കേരളത്തിലെ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് വലിയ സങ്കല്പങ്ങളുള്ള, വലിയ പ്രതീക്ഷകളുള്ള ഒരു സമൂഹമാണ് കേരളത്തിലെ
രക്ഷിതാക്കൾ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമ്മുടെ 2 മിടുക്കികൾ, ഒട്ടേറെ മിടുക്കികളുണ്ട്, അതിൽ 2 പേരെയാണ് ഇവിടെ സ്റ്റേജിൽ വിളിച്ചത്. ഗ്ലോറിയയും ആര്യ ബൈജു, 2 മിടുക്കികൾ ഇവിടെ വന്ന് പറഞ്ഞു. അവരുടെ ഈ വിദ്യാലയത്തിലെ അനുഭവങ്ങൾ പറഞ്ഞു. ഈ വിദ്യാലയത്തിലെ അനുഭവങ്ങൾ പറഞ്ഞപ്പോൾ അവരൊരിടത്തും ഞാൻ ഈ വിദ്യാലയത്തിൽ 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ പഠിച്ച കാലത്ത് പാട്ട് പഠിച്ചു എന്നോ, കണക്ക് പഠിച്ചു എന്നോ, സയൻസ് പഠിച്ചു എന്നോ, സാമൂഹ്യശാസ്ത്രം പഠിച്ചു എന്നോ, അല്ലെങ്കിൽ എൻ്റെ സിന്ധു ടീച്ചർ സാമൂഹ്യശാസ്ത്രമാണ് പഠിപ്പിച്ചത് എന്നൊന്നും അവർ ഒരിടത്തും പറഞ്ഞില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അവരൊരിടത്തും പറഞ്ഞില്ല. അവരിൽ അവശേഷിക്കുന്നത് അവർക്ക് ഇവിടുത്തെ അധ്യാപകർ പകർന്നു കൊടുത്ത സ്നേഹം, അവർക്ക് ഈ അധ്യാപകരിൽ നിന്ന് കിട്ടിയ കരുതൽ, അവരെ ചേർത്ത് നിർത്തിയതിൻ്റെ അനുഭവം, അങ്ങനെ അത്തരത്തിൽ സമാനങ്ങളായിട്ടുള്ള അനുഭവങ്ങളാണ് ആ കുട്ടികൾ പറഞ്ഞത്. രക്ഷിതാക്കളോട് പറയാനുള്ളത്, അവർക്ക് അവരുടെ ബാല്യം നിങ്ങൾ അനുഭവിക്കാനുള്ള അവസരം കൊടുക്കണം. നിങ്ങൾ ആരെങ്കിലും ഒരു രക്ഷിതാവ് ഒരു കുട്ടിയോട് മോനെ മോളെ നീ കുറച്ച് നേരം പോയി കളിച്ചിട്ട് വാ എന്ന് ജീവിതത്തിൽ ഏതെങ്കിലും ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതും പറയണം. അത് മാത്രം പറയണമെന്നല്ല. അപ്പോൾ പലപ്പോഴും ഒരു കുട്ടി വന്ന് നമ്മളോട് ഞാൻ ഇത്തിരി വരെ കളിക്കാൻ പോകട്ടെ എന്ന് വെച്ചാൽ നമ്മുടെ മറുപടി എന്താ മറുപടി? അവരെന്നെ പറയും. അങ്ങനെയുള്ളവർക്ക് ബാല്യം അനുഭവിക്കാൻ പറ്റൂല. ബാല്യം അനുഭവിക്കണമെങ്കിൽ പഠനത്തോടൊപ്പം അവൻ്റെ ബാല്യകാലത്തിലുള്ള അവരുടെ മനോവ്യാപാരങ്ങളുണ്ട്. ആ മനോവ്യാപാരങ്ങൾ അവർക്ക് സ്വതന്ത്രമായി പുറത്ത് എടുക്കാനുള്ള അവസരം നമ്മൾ കൊടുക്കണം. രക്ഷിതാക്കൾ കുട്ടികളോട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്ക് അരുത്, വേണ്ട, പറ്റില്ല, നടക്കില്ല എന്നുള്ള വാക്കുകളാണ്. ആ വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല എന്നല്ല, പരമാവധി കുറച്ചുകൊണ്ട് അവർക്ക് ബാല്യം അനുവദിക്കണം എന്ന് മാത്രം കൂടി, ബാല്യത്തിൻ്റെ അനുഭൂതി ഉണ്ടാക്കാനുള്ള അവസരം ഉണ്ടാക്കണം എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട്, ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഈ വിദ്യാലയം ഈ പ്രദേശത്തെ വിദ്യാഭ്യാസ രംഗത്ത് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ കരുത്തോടുകൂടി, ഇവിടെ നമ്മുടെ ഹെഡ് മിസ്സസ് സിന്ധു ടീച്ചറിന്റെ നേതൃത്വത്തിൽ നല്ല ഒരു ടീം അധ്യാപകർ ഇവിടെയുണ്ട്. ആ ടീമിന്റെ നേതൃത്വത്തിൽ നല്ല പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വന്തം മക്കളെ പോലെ അവർ കുട്ടികളെ നോക്കി അവർക്ക് അക്ഷരങ്ങൾ പകർന്നു കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തനം നടത്താണ്. ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ഭാവുകങ്ങളും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. UKG Haripriya Shah, Standard 1 Ishan Sinju Varghese, Standard 2 Vandana D. Nair, Standard 3 Joel Eldos, Standard 4 Adrit B. Nair, Standard 5 Haribala Shyam, Standard 6 Karthik Chidi, Standard 7 Nivedya Manish. ബഹുമാനപ്പെട്ട അതിൻ്റെ അധ്യക്ഷനായിരുന്ന അധ്യക്ഷൻ, ഉദ്ഘാടകൻ, അതുപോലെ തന്നെ അസിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ഓഫീസർ, ജനപ്രതിനിധികൾ, പ്രിയപ്പെട്ട ഹെഡ് മിസ്സസ്, മുൻ ഹെഡ് മിസ്സസ്, അധ്യാപകരെ, മക്കളെ, രക്ഷകർത്താക്കളെ, വളരെ വർഷങ്ങൾക്ക് മുമ്പ്
ഒരു വർഷം ഇവിടെ പ്രധാന അധ്യാപകനായിരുന്നതിൻ്റെ പേരിലാണ് എല്ലാ വർഷവും തന്നെ വരികയും ഈ പ്രദേശത്തിൻ്റെയും ഈ സ്ഥാപനത്തിൻ്റെയും ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരുടെയെല്ലാം എനിക്ക് അങ്ങോട്ടുള്ള സ്നേഹത്തേക്കാൾ കൂടുതൽ സ്നേഹം തിരിച്ചു തരുന്ന ഒരു പ്രദേശം എന്നുള്ള നിലയിലും ഇത് നന്നായി നടത്തിക്കൊണ്ട് പോകുന്ന ആളുകൾ അതിൻ്റെ അധ്യാപകർക്കും പ്രധാന അധ്യാപകർക്കും ഒക്കെ എന്താണ് നമ്മുടെ ആ ഒരു കാലഘട്ടത്തിലെ സന്ദർഭങ്ങളും കാര്യങ്ങളും ഒക്കെ പലപ്പോഴും ഓർത്തു പോകുന്നത് കൊണ്ട് കൂടിയാണ് ഞാൻ വരുന്നത്. നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രധാന വ്യത്യാസം കുട്ടികളിലും നമ്മളിലുമൊക്കെ ഒന്ന്, നമ്മുടെ കുട്ടികൾ നന്നായി പഠിക്കണമെന്ന് നമുക്കൊരാഗ്രഹം വന്നിട്ടുണ്ട്. മറ്റൊന്ന്, നമ്മുടെ കുട്ടികളുടെ വിദ്യാലയങ്ങളിൽ കുട്ടികൾ പ്രവർത്തിച്ച് പഠിക്കുക, ചെയ്ത് പഠിക്കുക എന്നുള്ള ഒരു നിലയിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു മാറ്റം, നമുക്ക് ഒരു മൊഴിമാറ്റം പോലെ മാറ്റം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതാണ് ആവശ്യവും. നമ്മൾ ജീവിതത്തിൻ്റെ പ്രാരാബ്ദങ്ങളിലേക്കൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രവൃത്തി, നമുക്ക് വലിയ ഡിഗ്രി ഉണ്ടെങ്കിലും നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളുമായി താതാത്മ്യപ്പെടുകയും ഒരു പുതിയ അറിവ് കിട്ടിയാൽ പുതിയ പ്രദേശത്ത് ചെന്നാൽ അതെങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയും എന്നുള്ളൊരു മാറ്റം അനിവാര്യമാണ്. നമുക്കറിയാം, ഉയർന്ന ബിരുദം നേടിയ ഡോക്ടർ ഉണ്ടാകാം, എഞ്ചിനീയർ ഉണ്ടാകാം, അതുപോലെ തന്നെ ഡിഗ്രി ഉള്ള ആളുകളുണ്ടാകാം, ഡോക്ടറേറ്റ് ഉള്ളവരുണ്ടാകാം. പക്ഷേ ഈ പറഞ്ഞ സാഹചര്യത്തെ നേരിടാൻ കഴിയുന്ന ആളുകളുടെ എണ്ണം കുറവാണ്. ഇതാണ് സാറ് സൂചിപ്പിച്ചത്. എന്താ സൂചിപ്പിച്ചത് സാറ്? നമുക്കൊരു എന്താ പറയുന്ന ഒരു സംഭവം ഉണ്ടായാൽ അതിനെ തിരിച്ചറിയുവാനും ആ സാഹചര്യത്തെ നേരിടുവാനുമുള്ള ഒരു കെൽപ്പ് ശേഷി അത് വിദ്യാഭ്യാസത്തോടൊപ്പം നേടുന്നത് ഒരു വലിയ നമ്മുടെ ഭാവി കാര്യങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതാണ്. ഞാൻ ധരിപ്പിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വിദ്യാലയം ഇപ്പോൾ 2 കൊച്ചു മെഡിക്കലുകൾ ഇവിടെ ഉണ്ടായിരുന്നു, ഇവിടെ പഠിച്ചതാണ്. സ്ഥാപനത്തിൽ അവരെ അനുമോദിക്കാൻ തന്നെ ഇവിടുത്തെ അതിൻ്റെ PTA-യും എല്ലാവരും കൂടി തീരുമാനിച്ച് എല്ലാ വർഷവും ഉണ്ടാകാറുണ്ട്. ഞാനതൊക്കെ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന നഴ്സറി ഉണ്ട്. അതുപോലെ തന്നെ ഒരു പുതിയ വിദ്യാലയം ഞാൻ കഴിഞ്ഞ തവണയോ അതിന് മുമ്പോട്ട് സംസാരിച്ചിട്ട് പോയതാണ്. ഇനി അനിവാര്യമെന്ന് പറയുന്നത് ഈ കെട്ടിടം വലിയ പഴക്കമുണ്ട്. ഈ പഴക്കമുള്ള കെട്ടിടം ഒക്കെ ഭൗതിക സാഹചര്യങ്ങൾ പൊതുവെ മെച്ചപ്പെട്ടു വരികയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വിദ്യാലയം ഇങ്ങനെ ഇരുന്നാൽ പോരാ. അപ്പോൾ അതുകൊണ്ട് ബഹുമാനപ്പെട്ട അസിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ഓഫീസറോടും ഇതിൻ്റെ മറ്റു ഭരണ സംവിധാനങ്ങളോടും ഒക്കെ പറയാനുള്ളത്, ഇത് ഏറ്റവും വേഗത്തിൽ ഓഫീസ് സംബന്ധമായ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്ത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയെ, ഇതിൻ്റെ PTA എല്ലാവരും കൂടി എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും പിന്തുണയോടുകൂടി ഇതൊരു നല്ല കെട്ടിടമാക്കി മാറ്റി കുട്ടികൾക്ക് കളിക്കാനുള്ള ഇടം കൂടി കിട്ടും. ഞാൻ 2 കൊല്ലം മുമ്പ് പറഞ്ഞതാണെന്ന് എൻ്റെ ഓർമ്മ. പക്ഷേ ഇപ്പോൾ മിസ്സസ് സിന്ധു ടീച്ചർ പറഞ്ഞ അതിൻ്റെ ഇതൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് സാറേ, ഇനി ഏറ്റവും വേഗത്തിൽ സബ്മിറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് അനിവാര്യമാണ്. ഇത് പള്ളിവക ഒരു സ്ഥാപനമായിരുന്നു, സർക്കാർ ഏറ്റെടുത്തു. നിരവധി വിദ്യാലയങ്ങളുണ്ട് അങ്ങനത്തേത്. അപ്പോൾ ഈ പ്രദേശത്തിൻ്റെ സാധാരണക്കാരുടെ കുട്ടികൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു സ്ഥാപനമായി തല ഉയർത്തി നിൽക്കാനുള്ള ഒരു ചുമതല നിറവേറ്റേണ്ടത് ഈ പ്രദേശത്തുള്ള ഇതിൻ്റെ ജനപ്രതിനിധികൾ, അനുബന്ധിച്ചുള്ള എല്ലാ ആളുകളുമാണ്. അവർക്കതിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ ആർദ്രമായ നന്ദി ഈ സമയത്ത് ഇതിൻ്റെ എല്ലാ അധികാരികളോടും അധ്യാപകരോടും നാട്ടുകാരോടും രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. ഉപജില്ലാ പ്രവൃത്തി പരിചയമേള കാർഡ് ആൻഡ് സ്ട്രോ ബോർഡ് മേക്കിംഗ് UP 2nd A grade കാർത്തിക് TD. ഉപജില്ലാ പ്രവൃത്തി പരിചയമേള ബുക്ക് ബൈൻഡിംഗ് LP 2nd A grade വിനായക് TD.
ഉപജില്ലാ പ്രവൃത്തി പരിചയമേള പേപ്പർ ക്രാഫ്റ്റ് 3rd A grade നിവേദ്യ മനീഷ്. ഉപജില്ലാ പ്രവൃത്തി പരിചയമേള കാർഡ് ആൻഡ് സ്ട്രോബോർഡ് മേക്കിംഗ് LP 3rd A grade അദ്രിത് B നായർ. ഉപജില്ലാ പ്രവൃത്തി പരിചയമേള വെജിറ്റബിൾ പ്രിന്റിംഗ് UP 3rd A grade കൃഷ്ണേന്ദു TS. ഉപജില്ലാ സാമൂഹ്യശാസ്ത്രമേള ക്വിസ് UP 1st A grade നിവേദ്യ മനീഷ്. ഉപജില്ലാ ശാസ്ത്രമേള ഇംപ്രൂവൈസ്ഡ് എക്സ്പെരിമെന്റ് 2nd ഹൃദയ രജീഷ്. ശ്രീനന്ദ എമ്മ. ഉപജില്ലാ ഗണിതശാസ്ത്രമേള ജിയോമെട്രിക്കൽ ചാർട്ട് 3rd ദൃശ്യ P. യോഗത്തിലെ അധ്യക്ഷത വഹിക്കുന്ന ഈ വാർഡിൻ്റെ മെമ്പറും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ശ്രീ ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ വാർഡ് മെമ്പർ ശ്രീ PK രജി അവർ ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്ന വളകം ഗ്രാമപഞ്ചായത്തിൻ്റെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ശ്രീ KP എബ്രഹാം, മറ്റ് പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങൾ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, ഇന്ന് ഇപ്പോൾ വേദിയിലെത്തിയിരിക്കുന്ന നമ്മുടെ AEO ബെന്നി സാറ്, PTA അംഗങ്ങൾ, നമ്മുടെ സ്കൂളിന് എല്ലാ പ്രവർത്തനങ്ങളിലും വലിയ പിന്തുണ കൊടുക്കുന്ന ഒരു PTA ആണ് നമുക്കുള്ളത്. അതിൻ്റെ നേതൃത്വം വഹിക്കുന്ന ശ്രീ MK സന്തോഷ്, മറ്റ് വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, പ്രിയപ്പെട്ട കുട്ടികൾ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് 106ാമത്തെ വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഇവിടെ നിൽക്കാൻ കഴിഞ്ഞ് തന്നെ ഏറെ സന്തോഷമായിട്ട് ഞാൻ കരുതുന്നു. ഇവിടെ ഇരിക്കുന്ന ഏകദേശം എല്ലാവർക്കും തന്നെ എന്നെ അറിയാമായിരിക്കും. കഴിഞ്ഞ വർഷവും ഈ വർഷവും പുതിയതായി ചേർന്ന കുട്ടികളും അവരുടെ രക്ഷിതാക്കളും മാത്രമേ എന്നെ പരിചയമില്ലാത്തുണ്ടാവുള്ളൂ. കാരണം ഇതിൻ്റെ 2 വർഷം മുമ്പ് നടന്ന ആനിവേഴ്സറി എൻ്റെ ഇവിടുത്തെ പ്രധാന അധ്യാപിക എന്ന ഇതിൽ നിന്നുള്ള വിരമിക്കലിൻ്റെ ഒരു ചടങ്ങ് കൂടിയായിരുന്നു. ഇന്നിവിടെ നിൽക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ ഇരിക്കുക അല്ലേ, ഈ പ്രസംഗം ഒന്ന് അവസാനിച്ചിരുന്നെങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പരിപാടിയൊക്കെ ഒന്ന് കാണാമായിരുന്നു എന്നുള്ള തിരക്കിലാണ്. അതുകൊണ്ട് വലിയ പ്രസംഗത്തിനൊന്നും ഞാൻ മുതിരുന്നില്ല. ഒരുമാതിരി വിദ്യാലയത്തെക്കുറിച്ചും അധ്യാപകരെക്കുറിച്ചും ഈ വിദ്യാലയത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും എല്ലാം തന്നെ ഇവിടെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ഇനി കൂടുതൽ അതിനെക്കുറിച്ച് ഒന്നും തന്നെ പറയാനില്ല അല്ലേ. പക്ഷെ ഇവിടെ സൂചിപ്പിച്ചു പോയ 1-2 കാര്യങ്ങൾ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ കുട്ടികൾ രക്ഷിതാക്കൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന എല്ലാവരും നന്നായി പഠിച്ച് ഏറ്റവും നല്ല മാർക്ക് വാങ്ങി, പ്രത്യേകിച്ച് ഇവിടെ ഗ്ലോറിയൊക്കെ വാങ്ങിയതുപോലെ ഫുൾ A+ ഒക്കെ വാങ്ങി ഇതേപോലെ സ്കൂളിൽ വന്ന് അവാർഡൊക്കെ വാങ്ങാനായിട്ട് എൻ്റെ കുട്ടിക്കും കഴിയണമെന്ന് എല്ലാവരും ആഗ്രഹിച്ചില്ലേ? തീർച്ചയായിട്ടും അത് വേണം. അതോടൊപ്പം ജീവിതത്തിൻ്റെ A ഗ്രേഡ് അതായിരിക്കണം നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടത്. എങ്ങനെയാണ് ജീവിതത്തിൻ്റെ A ഗ്രേഡ് ഉണ്ടാവുക? എങ്ങനെ കിട്ടുക? അവരൊരു നല്ല സാമൂഹ്യ ജീവിയായി മാറുമ്പോഴല്ലേ, എല്ലാവരോടും നന്നായി പെരുമാറാൻ, കുടുംബത്തിലും വ്യക്തിപരമായും നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കുകയും സമൂഹത്തിന് നല്ല കുട്ടികളായി മാറുകയും ചെയ്യുമ്പോൾ മാത്രമേ അവർക്ക് ജീവിതത്തിൻ്റെ A+ കിട്ടുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഏറ്റവും അധികം സംഭാവന ചെയ്യാൻ കഴിയുന്നത് അധ്യാപകർക്കാണെന്ന് എല്ലാവരും പറയൂലേ. തീർച്ചയായും ശരിയാണ്. ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന വിദ്യാലയത്തിലെ അധ്യാപകർക്ക് അതിന് കഴിയും. അതിലുപരി
രക്ഷിതാക്കൾക്ക് ഇന്ന് ഏറെ പങ്കാണുള്ളത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ, മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ നമുക്കറിയാം, വിദ്യാലയത്തിൽ ചെറിയൊരു തെറ്റ് കണ്ടാൽ പോലും അധ്യാപകർ അത് അപ്പം തന്നെ തിരുത്തും അല്ലേ? പറഞ്ഞിട്ട് അനുസരിച്ചില്ലെങ്കിലോ ഒരു ചെറിയ ശിക്ഷയൊക്കെ കൊടുക്കും. കാലം മാറിയില്ലേ, കഥകളെല്ലാം മാറിയില്ലേ? ഇന്ന് അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും നമുക്ക് കഴിയില്ല അല്ലേ? ജസ്റ്റ് വാക്കുകളിലൂടെ പറഞ്ഞു സ്നേഹം കൊണ്ട് മാത്രമേ തിരുത്താൻ കഴിയൂ. അതിനൊരു പരിധിയുണ്ട്. അപ്പോൾ അക്കാര്യങ്ങളിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് ഇടപെടാനായിട്ട് കഴിയുമെന്നുള്ളത് കൊണ്ടാണ് രക്ഷിതാക്കൾക്ക് വലിയൊരു പങ്കുണ്ട് എന്ന് പറഞ്ഞത്. 7ാം ക്ലാസ്സുകാർക്കുള്ള സ്നേഹോപഹാരം. അഭിരാം വിനോദ്, അനന്തകൃഷ്ണൻ PA, അനന്യ സന്തോഷ്, ആനൽസ എൽദോ,